കാർത്തിക്, ഞാൻ ഒരുപാട് ആലോചിച്ചു നോക്കി. ഞാൻ ഒരിക്കലും സെറ്റ് ആവില്ല. നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം. അല്ല ശ്വേത, ഞാൻ എന്നോടൊന്നും പറയണ്ട. ഞാൻ നേരത്തെ ഇതൊക്കെ പറഞ്ഞതാണല്ലോ. എനിക്ക് ഈ കല്യാണത്തിലൊന്നും തീരെ താല്പര്യമില്ലെന്ന്. ഒക്കെ നിന്നെ കണ്ടതിന് ശേഷം മാറിയതെന്നും ഇന്നത് നീ തന്നെ ഇല്ലാണ്ടാക്കിയത്. ട്രസ്റ്റ്, ലവ്, അത് ഇതൊന്നും പറഞ്ഞ്. പക്ഷെ ഒരു കാര്യം കാർത്തിക്, ഈ 3 മാസം നമ്മൾ ഇടപഴകിയതിൽ ഒരു കാര്യം എനിക്ക് നന്നായി മനസ്സിലായി. നിനക്കും എനിക്കും സെറ്റ് ആകുകയില്ല. ലെറ്റ്സ് ബ്രേക്കപ്പ്. കാർത്തി, എഴുന്നേറ്റേ ഉള്ളോ മോനെ? നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കാഞ്ചിപുരത്തെ നിന്റെ മാമിയുടെ മോളുണ്ടല്ലോ, ആ പെണ്ണിന് വേണ്ടി നിന്നെ ആലോചിക്കുക. നല്ല സാമ്പത്തികം ഉള്ളവരാടാ. സ്വത്ത്, സ്ഥലം, ബംഗ്ലാവ്, കാർ എല്ലാം ഉണ്ടടാ. നീ ഒരു വാക്ക് പറഞ്ഞാ മതി. പെണ്ണിനെ എപ്പോഴാ പോയി കാണേണ്ടത്? വേണ്ടമ്മ. ഏയ്, നല്ല പെണ്ണാടാ. 2 വർഷം കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചോളാം. എന്താടാ എപ്പ ചോദിച്ചാലും കല്യാണം വേണ്ടാന്ന് പറയുന്നേ? നിനക്ക് ഇത്ര പ്രായമൊക്കെ ആയില്ലേ? രാവിലെ തന്നെ ശല്യം ചെയ്യല. എനിക്ക് ജോലിക്ക് വേണം. ഫോൺ വെക്ക്. ബൈ. ഒരിക്കലും അവൻ പറഞ്ഞാ കേക്കില്ല. അയ്യോ, സമയം 10 ആയല്ലോ. നമ്മുടെ ഓഫീസിൽ പുതിയ ഫിഗറോ? ഒരുത്തന്നെ ഇതിനെ കുറിച്ച് എന്നോട് പറഞ്ഞില്ലല്ലോ. വാട്ട് എ ബ്യൂട്ടിഫുൾ യങ് ഗേൾ. ശരി, ഓക്കെ, ഒന്ന് വലയിട്ട് നോക്കാം. May I help you? Yeah, sure. Yeah. Thank you so much. പേരെന്താ? ഓവിയ. ഓ, കാർത്തിക്. ഞാൻ ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റ്. ഓ, ഞാൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓ, അതെയോ? One sec. ഹലോ, ഒരു മിനിറ്റ് ചേട്ടാ. മൊബൈൽ തരാമോ? നമ്പർ നോട്ട് ചെയ്യാനാ. ചേട്ടാ, മൊബൈൽ തരാമോ? നമ്പർ നോട്ട് ചെയ്യാനാ. ഓക്കെ ഓക്കെ, താങ്ക് യു ചേട്ടാ. ബൈ. ഹലോ. എടി, ഹായ്. ഹായ് ഡി. ഞാൻ ഇറങ്ങിട്ടോ. ഈവനിങ് നാട്ടിലെത്തും. ഷോ, നീ വരുന്ന കാര്യം ഞാനങ്ങ് മറന്നു. എന്തുപറ്റി? ഞാൻ ദേ അമ്മായിയുടെ വീട് വരെ വന്നിക്കുക. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നീ ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി. എനിക്ക് മോർണിംഗ് HR-നെ കാണണം. അല്ലെങ്കിൽ നല്ല വല്ല ഹോട്ടലോ അല്ലെങ്കിൽ സർവീസ് അപ്പാർട്ട്മെന്റോ ഉണ്ടെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോടി? ഇല്ലടി, അവിടുത്തെ റൂംസ് ഒന്നും നിനക്ക് സെറ്റാവില്ല. ശരി, ഓക്കെ. കാർത്തി എന്റെ ഒരു ഫ്രണ്ടാ. കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു. എന്നോടൊപ്പം തന്നെ ഓഫീസിൽ ജോലി ചെയ്യുന്നത്. നിനക്ക് അവനോടൊപ്പം ഒരു ദിവസം താമസിക്കാൻ പറ്റുമോ? ദേ നോക്ക്, അത്രയും ആലോചിക്കണ്ട. നീ പേടിക്കണ്ട, നല്ല ആളാണ്. ഒരു ദിവസം മാത്രം ആളോടൊപ്പം താമസിക്ക്. അതിനുള്ളിൽ ഞാൻ വേറൊരു റൂം അറേഞ്ച് ചെയ്തു തരാം. നീ ടെൻഷൻ അടിക്കല്ലേ. നീ ഇങ്ങോട്ട് വാ. കാർത്തിക്ക് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ ആണല്ലോ? ഓക്കെ ഡി, ഞാനെന്നാ ഇറങ്ങട്ടെ. എന്നാ ശരി. സാൻഡി, പറയൂ ബ്രോ. ഇന്റേൺഷിപ്പ് എങ്ങനെ പോകുന്നുണ്ടാ? അതിന് 2 മാസം കൂടി ബ്രോ, അപ്പോഴേക്കും തീരും. അടുത്തെന്ത് ചെയ്യാൻ പോവാടാ? ബിസിനസ് ചെയ്യണമെന്നുണ്ട് ബ്രോ. ചോദിക്കാൻ പറഞ്ഞു. എന്നിട്ട് ലവ് മാറ്റർ പറഞ്ഞില്ല, അതെന്തായി? ലവ് മാറ്റർ ബ്രേക്കപ്പ് ആയി. ഇപ്പോഴല്ലടാ നീ ഓക്കെ എന്ന് പറഞ്ഞേ. ഡേറ്റിംഗ് ചെയ്ത് നോക്കി, സെറ്റായില്ല. അതുകൊണ്ട് ബ്രേക്കപ്പ് ആയി. എടാ മഹാഭാവി, അവള് പാവല്ലടാ. ബ്രോ, ബ്രേക്കപ്പ് ചെയ്ത് ആ പെണ്ണ് തന്നെയാ. എങ്ങനെയാടാ?
90s കിഡ്സിന് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ബ്രോ, നിങ്ങളുടെ വീട്ടിൽ കല്യാണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, അതെന്തായി? അതൊക്കെ ചോദിച്ചായിരുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അതെ, സ്നേഹിച്ച് കല്യാണം കഴിക്കണം, എന്നാലേ ലൈഫ് അടിപൊളിയാവുള്ളൂ. കോമഡി പറയല്ലേ ബ്രോ. ബ്രോ ബ്രോ എന്റെ പ്രോജക്റ്റ് വരുന്ന ഫോൺ സംസാരിച്ചിട്ട് വന്നിട്ടില്ലേ? ഹലോ, ഹായ് അനിത, സുഖാണോ? ഐ എം ഗുഡ്. നിനക്ക് സുഖാണോ? എനിക്ക് പരമസുഖം. എല്ലാം എങ്ങനെ പോകുന്നു അവിടെ? എല്ലാം നന്നായിട്ട് പോകുന്നു. സൂപ്പർ സൂപ്പർ. എനിക്കൊരു ഹെൽപ്പ് വേണം. പറഞ്ഞോ. നമ്മുടെ വഴുതക്കാട് ബ്രാഞ്ചില് ഒരു പുതിയ ഡിസൈനർ വരുന്നുണ്ടല്ലോ. അതെ, പറഞ്ഞായിരുന്നു. അവള് നാട്ടീന്ന് വരുവാ. അവളെന്റെ ഫ്രണ്ട് തന്നെയാ. ഈ സമയത്ത് ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് അവൾ നിന്റെ വീട്ടിലൊന്ന് സ്റ്റേ ചെയ്യട്ടെ. എന്റെ വീട്ടിലോ? അതൊന്നും പറ്റില്ല. നേരത്തെ കളിക്കാണോ? ഒരു പെണ്ണു ഞാനും ഒരേ റൂമിലോ? അതൊന്നും പറ്റില്ല. പ്ലീസ് ഡാ, അവൾക്ക് തിരുവനന്തപുരത്ത് ഞാൻ അല്ലാതെ വരെ ആരെയും പരിചയമില്ല. അതൊന്നും പറ്റില്ല. നീ വേറെ ആളെന്ന് വെക്കോ. എടാ, നമ്മുടെ ടീമിലെ നല്ലവൻ നീ മാത്രമല്ലേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞ ഒരുത്തിയും സെറ്റ് ആവാത്ത. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഓക്കെ, എപ്പോഴാ വരുന്ന കുട്ടി? അവൾ ഇന്ന് ഈവനിങ് 6 o'clock വരും. അവളുടെ കയ്യിൽ നിന്റെ അഡ്രസ്സും നമ്പറും കൊടുത്തിട്ടുണ്ട്. അവളെ ഒന്നും നോക്കിക്കോണേ. നോക്കിക്കോളാം. അവള് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അവളുടെ അടുത്ത് ചെന്ന് വാചകം അടിക്കല്ലേ. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ബൈ 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 ബൈ. ബൈ. പറയുന്നല്ലോ, ഞാനൊരു പെൺകുട്ടി ഒരേ വീട്ടില്. എടാ കാർത്തിക്, എനിക്ക് ശരിക്കും നല്ലോണം ഭാഗ്യമുണ്ടടാ. അവള് വരട്ടെ, എന്നിട്ട് വേണം എനിക്കൊരു. ഹായ് കാർത്തികേ. ഹായ് കൃഷ്ണ. എന്തേ പുറപ്പെട്ടോ? പുറപ്പെട്ടോന്നോ? നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നത്? നമ്മളോ? എങ്ങോട്ട്? എന്റെ ജോലി കഴിഞ്ഞിട്ടില്ല. എടാ, നീ 6 മണി കഴിഞ്ഞ് ജോലി ചെയ്തോണ്ടിരിക്കണോ? നീ ഇങ്ങനെ ഓവർ ടൈം ചെയ്തോണ്ടിരുന്ന കാണുന്നവരെന്ത് വിചാരിക്കൂടാ? നോക്ക്, നമ്മുടെ ബാറില് നല്ല ഓഫർ ഉണ്ടെന്ന് കേട്ടു. വാ, പെട്ടെന്ന് പോയിട്ട് വരാം. ബാറില് വ്യാഴാഴ്ച? എനിക്ക് എടാ, ശനിയാഴ്ച ഭയങ്കര തിരക്കല്ലേ, അതുകൊണ്ടാണ് അവര് വ്യാഴാഴ്ച ഓഫർ കൊടുത്തിരിക്കുന്നത്. എടാ, മരിയ ബാറിൽ ബുധനാഴ്ചയല്ലേ ഇതുപോലുള്ള ഓഫർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവരോട് പോയി ചോദിക്കാൻ പറ്റുമോ? നീ പെട്ടെന്ന് എണീക്ക് പോവാ. അല്ല, ഇത് തീർത്തിട്ട് വയറ് പറിച്ചു കളഞ്ഞിട്ട് വാടാ. അല്ല, നീ ഇത്രയൊക്കെ ആത്മാർത്ഥ കാണിച്ച നമ്മുടെ ജൂനിയേഴ്സ് ചീത്തയാവില്ലടാ. വാടാ, ഒന്ന് വാടാ. അടയർ പബ്ബല്ലേ? Cheers. ആരാ ഈ നേരത്തെ വിളിക്കുന്നത്? മനസമാനത്തോടെ കള്ളു കുടിക്കാനും സംഭവിക്കില്ല. ഹായ് നിഷ, ഹൗ ആർ യു? ഐ എം ഫൈൻ ഫൈൻ ഫൈൻ. സുഖല്ലേ? ഓ, നാളെ ട്രിവാൻഡ്രത്ത് എത്തുന്നോ? വെരി ഗുഡ്. വെൽക്കം ചെന്നൈ, വെൽക്കം ടു ചെന്നൈ. ഞാൻ ഫ്രീയാ. ഓക്കെ. ഇവിടെ കോവളം, ശംഖുമുഖം, അങ്ങനെ ഒരുപാട് സ്ഥലം കാണാനുണ്ട്. വെൽക്കം വെൽക്കം. ബൈ 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 നിഷ, ബൈ. ബ്രോ, ഈ നിഷ ആരാ? നിഷ അറിയില്ലേ? അതായത് കഴിഞ്ഞ ആഴ്ച ബോംബെയിലെ മീറ്റിംഗിന് പോയില്ലേ? ക്ലൈന്റ് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ നിഷ എന്നൊരു പെണ്ണ് വന്നു. ഞാൻ ഹായ് എന്ന് പറഞ്ഞു, അവൾ ഇങ്ങോട്ട് ഹായ് എന്ന് പറഞ്ഞു. അവള് ഹലോ എന്ന് പറഞ്ഞു, ഞാൻ തിരിച്ചും പറഞ്ഞു. ഞങ്ങൾ പിന്നെ പരസ്പരം സംസാരിച്ചു. പിന്നെ ഭയങ്കര കമ്പനി ആയി പോയി. അവള് നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ട്രിവാൻഡ്രത്തേക്ക്. അവളുടെ സ്ഥലത്ത് ചെന്നപ്പോ ട്രീറ്റ് ചെയ്ത പോലെ നമ്മുടെ സ്ഥലത്ത് വന്നാലും നമ്മൾ ട്രീറ്റ് ചെയ്യണ്ടേ? ബ്രോ, അപ്പോ പ്രിയ ആയിട്ട് ബ്രേക്കപ്പ് ആയോ? അത് തമ്പാനൂരാണെങ്കിൽ ഇത് കഴക്കൂട്ടം. രണ്ടും തമ്മിൽ എന്തിനാണോ ലിങ്ക് ചെയ്യുന്നത്? രണ്ടാണോ? വേണമെങ്കിൽ 2 ട്രാക്കും കൂടെ ആവാം. ഇതൊന്നും ഒരു വലിയ കാര്യമല്ല. എന്തോ വലിയ സംഭവം കേൾക്കുന്ന പോലെ. എന്തുവാടാ, എന്താ നീ ആലോചിക്കുന്നത്? അല്ല, അത് പിന്നെ കുറെ പെണ്ണുങ്ങളെ സ്നേഹിക്കാൻ കിട്ടുന്നില്ലേ? അതെ. എന്നാലും പെടാതെ എങ്ങനെ രക്ഷപ്പെട്ടോണ്ടിരിക്കുന്നില്ലേ? ഞാൻ ജീവിതത്തിൽ ഒരേ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് അവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഈ ട്രൂ ലവ് ഒക്കെ കുഞ്ചാക്കോ ബോബന്റെ അനിയത്തി പ്രാവും നിറത്തോടും കൂടി അവസാനിച്ചു. ഈ ട്രൂ ലവ് ഒന്നും ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് ഇഷ്ടമല്ല. 2 കിലോമീറ്റർ അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ടുള്ള പ്രണയമൊന്നും ഇപ്പൊ വർക്കൗട്ട് ആവില്ല. ഒരു കയ്യിൽ പെഗ്, മറ്റേ കയ്യിൽ സിഗരറ്റ്. ഇതാണ് മിനിമം എലിജിബിലിറ്റി. അതാണ് ഇപ്പോഴത്തെ പ്രേമം. മനസ്സിലായോ? നീ സിനിമയൊന്നും കാണാറില്ലേ? ഹീറോയിൻ ആരെയാ പ്രേമിക്കുന്നത്? വെട്ടുന്നവനെ, കുത്തുന്നവനെ, ചതിയനെ, ഗുണ്ടയെ, ഇവരെയൊക്കെയല്ലേ പ്രേമിക്കുന്നത്? ശരിയല്ലേ? ദേ, കോള് വരുന്നു. എടുത്ത് സംസാരിക്കേ. അയ്യോ,
ബ്രോ 20 മിസ് കോൾ. 20 കുറവാണല്ലോ. ഹലോ, അതെ കാർത്തികാണ്. ശ്വേത? ഏത് ശ്വേത? അതെ, താനിപ്പോ എവിടെയാ? വീട്ടിൽ പോയോ? അവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഓക്കെ, ബൈ. എടാ 10 മിനിറ്റ് താഴെ പോലും എത്താൻ പറ്റില്ല. എടാ തലക്ക് കയറും പതുക്കെ. ബൈ. എടാ സൂക്ഷിച്ചു പോണേ. എടാ ബില്ല് കൊടുത്തിട്ട് പോ. അത് ബ്രോ തന്നെ കൊടുത്തോ? എന്ത് ഞാൻ കൊടുക്കണമെന്നോ? മഹാഭാവി, ഒരു ഫോൺ കോൾ എന്നെ ബില്ല് കൊടുത്തു. ഹായ് ശ്വേത, എപ്പോഴും വന്ന് അനിത എന്നോട് പറഞ്ഞായിരുന്നു. എപ്പോഴും അറിയിച്ചേ? അല്ല ഈ സമയത്ത് ഓട്ടോ ഹലോ, ഇങ്ങനെ. ഒന്ന് വാതില് തുറക്കുന്നുണ്ടോ? സോറി, ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് തീർത്തിട്ട് വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ടാ. ഞാൻ 2 hours ആയിട്ട് വെയിറ്റ് ചെയ്യാ. പബ്ലിൽ 2 മണിക്കൂറാണ് ഞാൻ ഇരുന്നത്. യാത്രയ്ക്ക് എങ്ങനെ റൂം ഒന്ന് കാണിക്കാവോ? വരും. ഇതാണ് ഡൈനിങ് ഏരിയ, അത് കിച്ചൺ, ഇത് ഫ്രിഡ്ജ്, അത് ബാൽക്കണി ഏരിയ. ഹലോ, എക്സ്ക്യൂസ് മീ. ഞാൻ ഇവിടെ വാടകയ്ക്ക് വന്നോന്നല്ല. എന്റെ റൂം ഏതാണോ അത് കാണിക്കും. ഇത് എന്റെ റൂം വിത്തൗട്ട് AC, അത് നിങ്ങളുടെ റൂം വിത്ത് AC. അത് പിന്നെ AC-ന്റെ സ്വിച്ച് ഉണ്ടല്ലോ, ആ കബോർഡില്ലേ, ആ കബോർഡ് സൈഡിലെ ഒരു ഓക്കെ. നാണം കെടുത്തില്ലോ, വേണ്ടായിരുന്നു. പോവാ. ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അവൾ ഡീസന്റ് ആയിട്ട് വന്ന് റിസീവ് ചെയ്തു. ഹായ്, ഇറ്റ്സ് കാർത്തിക് എന്ന് പറയണ്ടേ? വെള്ളം അടിച്ചിട്ട് ലേറ്റ് ആയിട്ട് വന്നിട്ട് നിനക്ക് ഒരുത്തി സെറ്റ് ആവാൻ പോകുന്നില്ലടാ. ഐ ഫീൽ ഷേം ഓഫ് യു. ഓക്കെ, ഡീസന്റ് ആയിട്ട് പോയിട്ട് ഏതെങ്കിലും കഴിക്കുന്നോ, പഴം കഴിക്കുന്നോ, വാഴപ്പഴം വേണോ, വെള്ളം കുടിക്കുന്നോ, എന്തെങ്കിലുമൊക്കെ ചോദിക്കേ. ഓ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ ഈ 2021 എല്ലാം മാറിപ്പോയിരിക്കുന്നു. പെണ്ണുങ്ങളും മാറിയിരിക്കുന്നു. വേറെ വഴിയില്ല, നമ്മൾ പോയേ പറ്റൂ. കമാ. കാർത്തിക്, എനിക്ക് രാത്രി വിശക്കൊന്നുമില്ല, അതുകൊണ്ട് കഴിക്കാനൊന്നും വേണ്ട. എന്റെ കയ്യില് വാട്ടർ ബോട്ടിൽസും ബിസ്ക്കറ്റ്സും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? മിഡ് നൈറ്റിൽ നിങ്ങൾ വന്ന് വാതിലും തട്ടി ഫുഡ് വേണോ വാട്ടർ വേണോ എന്ന് ചോദിക്കില്ലേ, അതുകൊണ്ടാ. അല്ല, ഞാൻ എന്തൊരു അപമാനം. ശരി, വേണ്ട, നമുക്ക് പോവാം. തല വേദനിക്കുന്നു. ഇതിപ്പോ ആരാ? എന്താ? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാ. ഇപ്പോഴാണ് ജോത്സ്യനെ കണ്ടിട്ട് വന്നത്. ശരി. അടുത്ത 3 മാസത്തേക്ക് പെണ്ണ് കാണലൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. നിന്റെ ജാതകത്തില് ഇപ്പം കണ്ടകശനിയാ പോലും. ഒരു പെണ്ണ് കാരണം നിനക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന്. എന്തൊക്കെയാ പറയുന്നത്? അടുത്ത 3 മാസത്തേക്ക് ഒരു പെണ്ണിനെ നോക്കാൻ പോലും പാടില്ല, കേട്ടല്ലോ? ഞാൻ ഫോൺ വെക്കാൻ പോവാ. ജ്യോതിഷം, പെണ്ണ്. സംസാരിച്ചാൽ വേണ്ട, ഇന്നലുണ്ടായ നാണക്കേടന്നെ മതി. വേണ്ടേ. ഹായ് കാർത്തിക്. ഹായ്. നിങ്ങൾക്ക് ബ്ലാക്ക് കോഫി ഓക്കെ അല്ലേ? ഓക്കെ. ഹലോ കാർത്തി, പറടി. സുഖമാണോ നിനക്ക്? ഓക്കെ. ശരി, ശ്വേത എവിടെ ഉണ്ട്? നിന്റെ വീട്ടിൽ തന്നെ അല്ലേ? എല്ലാം ഓക്കെ ആണല്ലോ? അവള് ഭയങ്കര ആറ്റിറ്റ്യൂഡാ. ഇതൊരു ജാടാ. എന്റെ ലൈഫിൽ എന്നെ ആരും ഇങ്ങനെ നാണം കെടുത്തിട്ടേ ഇല്ല. എന്നിട്ട് നീ ഇന്നലെ എന്താ ചെയ്തേ? 2 മണിക്കൂർ അവളെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അതുപോലെ എനിക്ക് ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നു. ഏയ്, വെറുതെ നുണ പറയരുതേ. ഇന്നലെ കൃഷ്ണനോടൊപ്പം ബാറിൽ പോയി വെള്ളം അടിച്ചല്ലേ? അവനെല്ലാം പറഞ്ഞില്ലേ, ദ്രോഹി. ശരി, അതെല്ലാം വിട്ടേര്. അവൾക്ക് സ്ഥലം ഒന്നും അറിഞ്ഞിടാ. നീ അവളെ വഴുതക്കാട് ബ്രാഞ്ച് വരെ ഒന്ന് കൊണ്ടുവന്നാക്ക്. എനിക്ക് വരില്ല, എനിക്ക് വേറെ പണിയൊക്കെ ഉണ്ട്. വേറെ ആളെ നോക്കാൻ പറ. ശരി, അവൾക്കൊരു ക്യാബെങ്കിലും ബുക്ക് ചെയ്യേ നീ. അത് വേണേ ചെയ്യാം. ശരി, അവളെ നന്നായിട്ട് നോക്കണേ. ശരി, ഓക്കെ, ബൈ. സംസാരിച്ചത് കേട്ടാണോ?
ഇറ്റ്സ് ഓക്കെ. കാർത്തിക്, ഇവിടെ അടുത്തല്ലേ നിങ്ങളുടെ ബ്രാഞ്ച്? എനിക്കൊരു ഊബർ ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടോ? കാർത്തിക് ചെറുക്കൻ ഇങ്ങനെ ശരിയാക്കണം. ഈ റെസ്പോൺസിബിൾ ഫെലോ ഓഫീസിൽ തുറന്നിട്ട് എത്ര നേരമായി ഇപ്പോഴും എത്തിയിട്ടില്ല. സാർ എന്താ സാർ? എന്താ കൃഷ്ണ? ഞാൻ അങ്ങോട്ട് എന്താ? വരണോ? ആ കാർത്തിക് ചെറുക്കനെ എന്നെ ഡെയിലി കളിപ്പിച്ചോണ്ടിരിക്കുക. ഇന്ന് ഉറപ്പായിട്ടും അവനൊരു പണി കൊടുക്കണം. വേണ്ട വേണ്ട, നീ വരണ്ട, ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ വർക്ക് കണ്ടിന്യൂ ചെയ്തോ. ഇയാളെന്തിനോട് നിൽക്കുന്നത്? പോയാലോ? സാർ ഗുഡ് മോർണിംഗ് സാർ. ഞാനിതാ വരുന്നു സാർ. ഞാനാണ് മാനേജർ. പക്ഷെ നിന്നെക്കാളും മുന്നേ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നു. എന്നിട്ട് നീ ഇപ്പോഴാണ് വരുന്നത്. ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് സാർ. എന്ത് പ്രധാനപ്പെട്ട ജോലി? കിട്ടി. എന്താണ് ഇത്? ഇത് അമ്പലത്തിലെ പ്രസാദമാണ് സാർ. ഇതൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. സാർ 3 മാസമായിട്ട് മുട്ടുവേദനയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ? അമ്പലത്തിൽ പോയിരുന്നു. അപ്പൊ സാറിന് വേണ്ടി ഒന്ന് പൂജിച്ചതാ. പ്രസാദത്തിന് മുട്ടുവേദനയ്ക്ക് തമ്മിൽ എന്താണ് ബന്ധം? സാർ അങ്ങനെയൊന്നും പറയരുത്. പ്രസാദമാണ് സാർ. കൃഷ്ണ എന്താ വരുന്നു. ശംഭോ മഹാദേവ ഗുരുവായൂരപ്പ. ഇതാ മോളെ. താങ്ക് യു സർ. ഒരു കാര്യം ചെയ്യും, നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ. നാളെയാണോ സർ? അതെ. ഇന്നത്തെ നാളെ നല്ലതല്ല. ഗുളികൻ ആറിൽ കയറിയിരിക്കുക. അത് നിനക്കറിയില്ല മോളെ. നീ നാളെ ഒന്ന് ജോയിൻ ചെയ്തോളൂ. ഓക്കെ സർ. ശരി, പോയിട്ട് വാ. ഹലോ, ഹായ് ഡി. ഹേ ശ്വേത, ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം നന്നായിട്ട് പോയി. HR കണ്ടു. നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അത് കൊള്ളാമല്ലോ. ഒരു കാര്യം ചോദിക്കാൻ മറന്നു. കാർത്തിക് എങ്ങനാ? പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? അങ്ങനത്തെ ഒരു കുഴപ്പമില്ലടി. ചെറിയൊരു വട്ടുണ്ടെന്നല്ലാതെ ക്യാരക്ടറൊക്കെ ഓക്കെയാണ്. നീ ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലടി. ശരി, നാണിക്കൊന്നും വേണ്ട. നിനക്ക് ഞാനൊരു വിമൻസ് ഹോസ്റ്റൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈവനിങ് അങ്ങോട്ട് ഷിഫ്റ്റ് ആയിക്കോ. ഇനി എനിക്ക് വയ്യ. ഞാൻ നല്ല ടയേർഡാ. അറിയാത്ത ദേവതയെക്കാളും അറിഞ്ഞ പ്രേതമാടി ഭേദം. അതുകൊണ്ട് നീ സമയമെടുത്ത് വന്നാലും മതി, ഞാൻ നോക്കിക്കോളാം. ഓക്കെ. ശ്വേതയ്ക്ക് ഇൻസ്റ്റയിൽ ഇത്രയും ഫോളോവേഴ്സോ? അവള് ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു. ഇക്കാര്യം എനിക്ക് പറഞ്ഞില്ലല്ലോ. അവളുടെ ചുണ്ടിന് തോട്ടം. എന്താണത്? ആരാത്? എന്റെ കസിൻ സിസ്റ്ററാ. അത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായല്ലോ. ശ്വേതയല്ലേ? ബ്രോയ്ക്ക് എങ്ങനെ അറിയാം? ഇന്നലെ രാത്രി അടിച്ചു ഫീലായപ്പോ ഫോണില് ഒലിപ്പിക്കുന്നത് ഞാൻ കേട്ടതാണല്ലോ. ഞാൻ എല്ലാം പറഞ്ഞു. അവള് വീട്ടിൽ കൊണ്ടുപോയത്, റൂമിൽ പോയി വാതിലടച്ചത്, അവസാനത്തെ 2 കാര്യം മാത്രം പറഞ്ഞില്ല. ഞാൻ തന്നെ എല്ലാം പറഞ്ഞു. എന്താ ചെയ്യാ? അല്ല, കാർത്തിക് എന്നുള്ള പേരിട്ടിട്ട് എന്തിനാ എങ്ങനെ പേടിക്കുന്നത്? ആരെങ്കിലും കേക്കൊന്ന് പേടിച്ചിട്ടാ? ശരി. ട്രൂ ലവ് നല്ലതല്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ. വാ. എടാ. അല്ല, നീ എന്തിനാ എങ്ങനെ വെപ്രാളപ്പെടുന്നേ? എന്താ ഉണ്ടായേ? ഒന്നുമില്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞ പോരായിരുന്നു. ഇങ്ങോട്ട് തന്നെ വിളിച്ചോണ്ടേ ബ്രോ. ശരി, അത് പോട്ടെ. ആ പെണ്ണിനെ റൂമിനകത്തേക്ക് കൊണ്ടുവന്നില്ലേ? എന്നിട്ട് എന്ത് നടന്നു? ബ്രോ, ഒന്നും സംഭവിച്ചില്ല ബ്രോ. ചുമ്മാ പറയുന്നേ. എന്താ നടന്നു പറയുന്നേ? ഒന്നും സംഭവിച്ചില്ല ബ്രോ. വീട്ടിലൊരു പെണ്ണുണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സങ്കടത്തിലാണ് ബ്രോ ഞാൻ. അല്ല, കൂടെ ഒരു പെണ്ണുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. എന്താ ചെയ്യാഞ്ഞേ? അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഇഷ്ടമല്ലേ? അങ്ങനെയും പറയാൻ പറ്റില്ല. എന്ന് ആലോചിച്ചിട്ട് വിളിക്കും ഞാൻ. ബ്രോ എന്താ ബ്രോ ഇങ്ങനെ പെട്ടെന്ന്? നിന്റെ ഈ നാണം കാണുമ്പോ അവളെ നിനക്ക് ഇഷ്ടമായിന്നാ തോന്നുന്നേ. നീ ഇൻസ്റ്റാഗ്രാം സൂം ചെയ്ത് നോക്കുമ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ വശപ്പശ കൊണ്ടെന്ന്. നോക്ക്, ഒന്നുകിൽ നീ എന്റെ സ്റ്റൈലിൽ ഫോളോ ചെയ്യ, അല്ലെങ്കിൽ നിന്റെ സ്റ്റൈലിൽ അവളുടെ അടുത്തേക്ക് ചെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞ് അവളെ വളയ്ക്കാൻ നോക്കേ. ഇതുപോലും അറിയില്ല ഒരു പേടിയാവുന്നു ബ്രോ. അതെ, പ്രേമിച്ച് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാ നീ. നിനക്ക് ലവും സെറ്റായില്ല, പെണ്ണും സെറ്റായില്ല. ഇപ്പൊ രണ്ടും ദൈവാനുഗ്രഹം കൊണ്ട് ഒരുമിച്ച് വന്നിട്ടുണ്ട്. മിസ് ചെയ്ത് കളയരുത്. ഈ അവസരം മിസ് ചെയ്താലുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ശാന്തയുടെ മകൾ രമണി അല്ലെങ്കിൽ തങ്കമ്മാള് ഇങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടി നിന്റെ ജീവിതം കോഞ്ഞാട്ടയായി തീരും. കുഴപ്പമില്ലല്ലോ. അപ്പോ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഇതുവരെ നീ സ്വായത്തമാക്കിയിട്ടുള്ള 18 അടവുകളും തിരിച്ചും മറിച്ചും ഗണിച്ചും അവളെ എങ്ങനെ സ്വന്തമാക്കാമെന്നുള്ള വഴി ആലോചിക്ക്. മനസ്സിലായോടാ? നന്നായിട്ട് ആലോചിക്ക്. ഇതേപോലെ ആലോചിക്ക്. അപ്പൊ കാണാം. ബൈ. അല്ല, ഇവളെന്താ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു? സംസാരിക്കണോ വേണ്ട? അല്ല, താനെന്താ ഇവിടെ നിൽക്കുന്നത്? ബസ്സിൽ വന്ന് ഇറങ്ങിയതാ. ഇപ്പൊ വീട്ടിലേക്കുള്ള വഴി അറിയില്ല, അതാ മാപ്പ് നോക്കുന്നത്.
അതെ, മാപ്പ് ഇട്ട് കാണിച്ചാലേ വേറെ ഏതെങ്കിലും ഏരിയക്കാണ് കാണിക്കുക. വീട് അടുത്ത് തന്നെയാ ഉള്ളത്. തനിക്ക് ഓക്കെ ആണെങ്കിൽ ബൈക്കിലിരുന്ന് ഞാൻ കൊണ്ടുപോകാം. ഓക്കെ. ഫ്രണ്ട്സ്, രണ്ടുപേരും ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത്, അതുകൊണ്ടാ. ഓ ഫ്രണ്ട്സ്. ചോക്ലേറ്റോ? ചോക്ലേറ്റ് എന്തിനാ? എനിക്ക് നിങ്ങളുടെ ഓഫീസിൽ തന്നെ ജോലി കിട്ടി. എടോ സൂപ്പർ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ചോക്ലേറ്റ് പോരാ, പാർട്ടി വേണം കേട്ടോ. എന്താ വേണ്ടെന്ന് വെച്ചാ പറ. ഒരു ബിയർ? ബിയാറോ? അയ്യോ, ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞേട്ടോ, താൻ ടെൻഷൻ ആവണ്ട. ഹേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല. ഇതെന്താ കൊച്ചുള്ളവരെ പോലെ ബിയറൊക്കെ ഹോട്ടൊന്നും അടിക്കാറില്ല? കുടിക്കാറുണ്ട്, പക്ഷെ താനുള്ളോണ്ട് തന്റെ മുമ്പിൽ വെച്ച്. ഇന്ന് എന്റെ പാർട്ടിയാ, അതുകൊണ്ട് എന്ത് വേണേ വാങ്ങിച്ചോ. അപ്പൊ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരട്ടെ. ആ ഓക്കെ. 70 വയസ്സിൽ എമ്മാര് ഡാൻസ് കളിക്കുന്ന സൂപ്പർ സ്റ്റാർ, എപ്പോഴും സൂപ്പർ സ്റ്റാർ. എല്ലാം റെഡി. ബിരിയാണി, മുട്ട, ചിക്കൻ. അതെ, താൻ കുക്ക് ചെയ്യോ? എന്തേ? ഒന്നുമില്ല, തന്നെ കണ്ടപ്പോ ഒരു ഫ്രീക്ക് വേണ്ടാണെന്നാ വിചാരിച്ചേ. ഫ്രീക്കായ പെണ്ണുങ്ങൾ എന്താ പാചകം ചെയ്യില്ലേ? എനിക്ക് കഴിക്കാനും ഒരുപാട് ഇഷ്ടമാണ്, ഭക്ഷണം ഉണ്ടാക്കാനും ഒരുപാട് ഇഷ്ടമാണ്. ഒരു പീസ് എടുക്കട്ടെ. എന്നെ കുറിച്ച് വേറെ എന്തൊക്കെയാ വിചാരിച്ച്? കുറച്ച് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന പെണ്ണാന്നാ വിചാരിച്ചത്. ഉം. ആദ്യം കാണുമ്പോ അങ്ങനെ തോന്നിയത്, പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നില്ല. ഇപ്പൊ എന്താണാവോ തോന്നുന്നത്? ഇപ്പോ എന്തൊക്കെയോ വിചാരിക്കുന്നുണ്ട്. എന്ത്? ഒന്നുമില്ല. എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ എന്താ വിചാരിച്ച? അനിത പറഞ്ഞതൊക്കെ കറക്റ്റ് ആണെന്ന് തോന്നി. അനിത എന്നെ കുറിച്ച് എന്താ പറഞ്ഞേ? നിങ്ങൾ ആള് ഭയങ്കര ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അതൊരു സത്യമാണ്. അവള് വേറെയും കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതൊക്കെ എന്തിനാ ഇപ്പോ? ഹലോ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളത് പറയാതിരുന്ന എനിക്ക് ഉറക്കമില്ല. ഒന്ന് പറയുന്നേ. നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ ഒരു കുട്ടിയായിരിക്കും അല്ലേ? അത് മാത്രമല്ല, പ്രേമിച്ചാണ് കല്യാണം കഴിക്കുകയെന്നും കേട്ടു. ഹലോ, ഇതൊക്കെയാണോ അവള് പറഞ്ഞത്? ശരി, തന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. താൻ എന്ത് ധൈര്യത്തിലാണ് എനിക്ക് ബിയർ വാങ്ങിച്ചെന്ന്? എന്തേ? ഒന്നുമില്ല, ചിലപ്പോ വെള്ളം അടിച്ചിട്ടെ ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലേ താൻ എന്താ ചെയ്യാ? 1 മാസം മുമ്പ് ട്രിവാൻഡ്രത്ത് വെച്ച് ഒരു പെൺകുട്ടി ഒരു കള്ളനെ ശരിക്കിട്ടങ്ങ് പൊട്ടിച്ചു. അറിഞ്ഞായിരുന്നോ? കണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു. ബ്ലറായിരുന്നു, പക്ഷെ ഭയങ്കര അടിയായിരുന്നു. എല്ലായിടത്തും ട്രാക്ക് ആയിരുന്നില്ലേ? കണ്ടു. അല്ല, ആ പെൺകുട്ടി ഞാനെന്ന് പറയുന്നു. എന്റെ ഫ്രണ്ടിന്റെ ചെയിൻ അവൻ മോഷ്ടിക്കാൻ നോക്കിയത്. ഒരൊറ്റ അടി, തലയിൽ 7 സ്റ്റിച്ചസ്. അതെ, താൻ ഇത്ര ദേഷ്യപ്പെടുന്നുണ്ടല്ലോ. ഒരു പക്ഷേ കല്യാണത്തിന് ശേഷം തന്റെ ഭർത്താവ് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണെങ്കിൽ താൻ ഇതുപോലെയാണ് അടിക്കുക. അത് നടന്നിട്ട് വേണ്ടേ? എന്തേ? ആക്ച്വലി എനിക്ക് ഈ കല്യാണത്തിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അതെനിക്കൊട്ടും സെറ്റ് ആവില്ല. ലൈഫ് പാർട്ട്ണർ ആണെന്ന് വെച്ച് അയാൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടാ എനിക്കതൊന്നും സെറ്റ് ആവില്ല. ശ്വേത, കല്യാണം ഇഷ്ടമായില്ല, ഓക്കെ. ബോയ് ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ? ഉംഹും. ഹാവു, നമ്മുടെ റൂട്ട് ക്ലിയറായി. അതെന്താ ബിയറിൽ വൈൻ മിക്സ് ചെയ്ത് കുടിക്കുന്നത്? അതെ, ഞങ്ങളെപ്പോലുള്ള പയ്യന്മാർക്ക് ഒരു യുണീക്കായ ടേസ്റ്റ് ഉണ്ട്. ബിയറിന് നല്ല കയ്പുണ്ടാവും, വൈന് പുളിയും കുറച്ച് മധുരം ഉണ്ടാവും. രണ്ടെണ്ണവും മിക്സ് ചെയ്ത് കുടിച്ചാലുണ്ടല്ലോ, വേറെ ലെവലാണെന്നേ. അതാന്നേ എന്റെ സ്റ്റൈല്. അച്ഛനാ. മോനെ കാർത്തികേ, അച്ഛനാടാ വിളിക്കുന്നത്. ആ പറയച്ചാ. എന്താടാ, നിനക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞോ? എന്താടാ പ്രശ്നം? എന്താണെങ്കിലും അച്ഛനോട് തുറന്നു പറയേ. ഒന്നും പേടിക്കണ്ടാ, നമ്മുടെ നാട്ടുവൈദ്യൻ രാമേട്ടനുണ്ടല്ലോ, അങ്ങേരോട് പറഞ്ഞാ നല്ല ലേഹ്യം ഉണ്ടാക്കി തരും. അത് കഴിച്ചാ സ്ട്രോങ് ആയിരിക്കും. അച്ഛൻ അനുഭവം ഉള്ളത് കൊണ്ട് പറയുന്നതാ. കല്യാണക്കാരിയല്ലേ, എന്താണെങ്കിലും തുറന്നു സംസാരിക്കണം. നാളെ പെൺവീട്ടുകാരൻ നമ്മളെ കുറ്റം പറയാൻ പാടില്ല. കേട്ടോ മോനെ? ശരി, ഞാൻ ഫോൺ ചെയ്തിട്ട് വരാം. ഓക്കെ. ഹലോ ഹലോ, എന്താടാ ഒന്നും മിണ്ടാത്തെ? അച്ഛാ, അച്ഛനിപ്പോ എന്താ വേണ്ടത്? എടാ, നീ അല്ലടാ വിളിക്കാൻ പറഞ്ഞു. ശരി അച്ഛാ, ഞാൻ നാളെ സംസാരിക്കാം. ഞാനിപ്പോ കുറച്ച് ബിസിയാണ്. ശരി, നീ ഞാൻ പറഞ്ഞു കേൾക്കില്ല. പോ. ആവശ്യമില്ലാതെ ഈ സമയത്ത്. ഹായ് ചേട്ടാ. എന്താ കാർത്തി? ഓ, പാർട്ടിയാണല്ലേ?
ആ കൈയും താഴ്ത്തു. മാജസ്റ്റിക് ഓർച്ചേർഡ് അസോസിയേഷനിൽ നിന്ന് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. എന്റെ പേര് മാധവൻ നായിരുന്ന. തുടങ്ങിയല്ലോ. നിന്നോട് ഒരു പ്രശ്നം സാർ, പറയാനുണ്ട്. ഈ സമയത്തോ? നാളെ പറയൂ സാർ. പ്രശ്നമല്ല, ചോദ്യം, ക്വസ്റ്റ്യൻ. ഞാനിവിടെ ഒരു പെൺകുട്ടിയെ കണ്ടല്ലോ. കണ്ടുന്നോ? അയ്യോ, ഇവിടെയോ? അതേന്ന്. സാർ, അടുത്ത വീട്ടിലെ പട്ടിക്കുട്ടിയായിരിക്കും സാർ. ഒന്ന് പോ സാർ. എടാ കാർത്തികേ, ഇത് ജോക്കല്ലാട്ടാ, കുറച്ച് കട്ടിയുള്ള കാര്യമാ. അസോസിയേഷൻ കയറി ഉടക്കുവേ. സത്യം പറഞ്ഞോ, ആ പെൺകുട്ടി ഏതാടാ? അയ്യോ, എപ്പോഴാ കണ്ടത്? ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് കണ്ടടാ. സമയം എന്തേ കാണും? ഒരു 7:30 ആയി കാണും. അയ്യോ, സമയമൊക്കെ കറക്റ്റാണല്ലോ. ഇപ്പൊ എന്താ പറയാ? ചേട്ടാ, ആ പെണ്ണ് മുടിയൊക്കെ അഴിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ. ഉം. ആ അതെല്ലോ, കറുപ്പ് കളർ ഡ്രസ്സായിരുന്നോ? ശരിയാ, കറുപ്പായിരുന്നു. കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നാ? 2 എണ്ണം. ഇത്രയൊക്കെ ശ്രദ്ധിച്ചില്ലേ? അവൾക്ക് കാലുണ്ടായിരുന്നു നോക്കിയോ? ആ, ഞാൻ ആളെ കണ്ടു, കാല് കണ്ടില്ല. അതവള് തന്നെയാ. അത് അവള് തന്നെയാ. എടാ കാർത്തി, ഏത് പെണ്ണ്? ഞാൻ നിങ്ങളോട് തെളിച്ചു പറയാം സാർ. ഇവിടുന്ന് 3ാമത്തെ സ്ട്രീറ്റിലെ ഗ്രീൻ ട്രെൻഡ്സ് അപ്പാർട്ട്മെന്റ്സ് ഇല്ലേ, അതെ അവിടെ അനിത എന്നൊരു പെണ്ണുണ്ടായിരുന്നില്ലേ? അതെ, ആ വെള്ള കളർ സ്കൂട്ടറിൽ പോണ. അത് തന്നെ 0586 രജിസ്ട്രേഷൻ നമ്പർ. നല്ല തടിച്ച് വണ്ണുള്ളൊരുത്തി. പറയ്, അവൾക്ക് എന്തു പറ്റി? അവളെ ഒരാഴ്ച മുമ്പ് സൂസൈഡ് ചെയ്ത് മരിച്ചു. ഒയ്യോ, അതെ സാർ. നമ്മുടെ ഏരിയയിൽ ആകെ ഉണ്ടായിരുന്ന ഒരു സുന്ദരിക്കുട്ടി അവളായിരുന്നു. അവള് തട്ടിപ്പോയാ? അതെന്താന്ന് വെച്ചാ ലവ് ഫെയിലിയർ ആണ് സാർ. സംഭവം നടന്ന അന്നേ ലവറിന്റെ കൂടെ ഒളിച്ചോടാൻ നോക്കിയതാ. പെട്ടി സാധനങ്ങളൊക്കെ എടുത്തിട്ട് അച്ഛനും അമ്മയും കയ്യോട് പിടികൂടി. സങ്കടം സഹിക്കാൻ പറ്റാതെ തൂങ്ങിച്ചെത്തു. അയ്യോ, ആ നിത്യാണ് ഇന്ന് സാറ് കണ്ടത്. കാർത്തിയേ, എന്തട്രത്? നീ എന്തടാ ആളെ കളിയാക്കാൻ നോക്കുക? ആ പെൺകുട്ടിക്കും ഈ കുട്ടിക്കും തമ്മിൽ എന്ത് ബന്ധോടാ? സാർ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല. അവള് തൂങ്ങിച്ചത്തതിനു ശേഷം ഈ സ്ട്രീറ്റിൽ വെച്ച് നമ്മുടെ ആൾക്കാർ തന്നെ 6 പേര് കണ്ടിട്ടുണ്ടെന്നേ. സത്യം. സാറ് വിശ്വസിക്കില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ കുമാരട്ടൻ രാത്രിയൊക്കെ ജോഗിങ് പോകാറുണ്ട് കേട്ടോ. നൈറ്റില് ഡ്രിങ്കിങ് ഉണ്ട്, ജോഗിങ്ങോ? അങ്ങനെ പോകാറുണ്ട് ചേട്ടാ. അങ്ങനെ ജോഗിങ് പോകുമ്പോഴേ ആ അനിത പ്രേതം ഉണ്ടല്ലോ ഇങ്ങരുടെ മുമ്പിൽ വന്നു. കണ്ടപ്പോ അങ്ങേർക്ക് ഭയങ്കര പനി. എന്നിട്ട് 4 ദിവസം ICUലായിരുന്നു. കാർത്തിയേ, കള്ളം പറയണ്ടാ. ഇന്ന് രാവിലെ ഞാൻ കുമാരനെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടാണല്ലോ. എങ്ങനെ വന്നുന്നാ? ഇന്നലെയാണ് മന്ത്രവാദിനെയൊക്കെ കാണിച്ച് മന്ത്രിച്ചു വിട്ടിരിക്കുന്നത്. ആ കുമാരൻ അവനെന്തിനാ മന്ത്രവാദിയുടെ അടുത്ത് പോണേ? മന്ത്രവാദിയിലെ പ്രേതത്തിന് ഒഴിപ്പിക്കുക. ചേട്ടാ പ്രേത പടം ഒന്നും കാണാറില്ലേ? ഓ അതെ, ശരിയാണല്ലോ. ആ. ഓ കുമാരേട്ടനുണ്ടായതൊക്കെ അവിടെ നിന്നാണ് ഒഴിപ്പിച്ചത്. എന്നിട്ടാണ് ശരിയായത്. പിന്നെ നമ്മുടെ പാൽക്കാരൻ ചേട്ടനുണ്ടല്ലോ, വേണു, അവനാണ്. അയാളും പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടേ പേടിച്ച് പനിച്ച് വീട്ടിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസമായിന്ന് അറിയോ? ഇതെല്ലാം നേരാണ്. ഇപ്പൊ ചേട്ടൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഒരാഴ്ചയിലെ ചേട്ടൻ അയ്യോ ഗുരുവായൂരപ്പാ, ഞാൻ ഈ നാട്ടിലൊരു കട നടത്തിക്കൊണ്ടിരിക്കുക. ഇനിയും 2-3 കടകൾ തുടങ്ങണമെന്നുണ്ട്. അതിനുള്ളില് മുകളിലേക്ക് പോകേണ്ടി വരുമോ എന്തോ. ഒന്ന് സൂക്ഷിക്കണത് എന്തുകൊണ്ടും നല്ലതാ. ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ പ്രേതത്തെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. മൈൻഡിന്ന് വലിച്ചെറിഞ്ഞേക്ക്. എടുത്തു കളഞ്ഞു. പിന്നെ ഒന്നുകൂടി ഒരു കാര്യം ചെയ്യ്. ഈ ആഞ്ജനേയ ശ്ലോകം ഉണ്ടല്ലോ, ആഞ്ജനേയ ശ്ലോകം ചേട്ടനത് വീണ്ടും വീണ്ടും പറയുകയാണെങ്കിലേ എല്ലാം ശരിയായിക്കോളും. ചേട്ടൻ രാത്രി ഇരുന്നേ ഒരു 10 ലക്ഷം പ്രാവശ്യം 1 ലക്ഷം പ്രാവശ്യം പറഞ്ഞോണ്ടിരിക്കും. മതിയല്ലോ. രാത്രി മുഴുവൻ പറഞ്ഞ ആ പ്രേതം ചേട്ടനെ വിട്ട് പോയിക്കോളും. രാത്രി മുഴുവൻ ചൊല്ലിയ ഉറക്കം പോയില്ലടാ. ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിയ പ്രേതം പിടിക്കും. ഓ, അപ്പൊ ഉറങ്ങാൻ പാടില്ലേ? അതുകൊണ്ട് 1 ലക്ഷം പ്രാവശ്യം പറഞ്ഞാലേ ആ പ്രേതം ചേട്ടനെ വിട്ട് പോയേക്കും. ജയ് ആഞ്ജനേയ, നിന്നെ എന്നെയും രക്ഷിക്കും. ആ പ്രേതം വരില്ലല്ലോ, അടുത്ത് വരില്ലല്ലോ. നീയും കുറച്ച് കെയർഫുൾ ആയിരിക്കട്ടാ. ജയ് ആഞ്ജനേയ, ജയ് ആഞ്ജനേയ, ജയ് ആഞ്ജനേയ, ആഞ്ജനേയ, ജയ് ജയ്. എന്താ വയറ് ശരിയില്ല? It's yoga. ഈ യോഗയൊക്കെ ചെയ്തിട്ട് എന്നെ ഇംപ്രസ് ചെയ്യാൻ നോക്കുകയാണോ? അയ്യാ, നിനക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റുമോ? നീ വേറെ ലെവലല്ലേ. അതെന്താ? ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന പെണ്ണിനെയൊക്കെ ഇംപ്രസ് ചെയ്യാൻ വളരെ കഷ്ടം. അങ്ങനെ ആരാ പറഞ്ഞ? ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന പെണ്ണുങ്ങളാ പെട്ടെന്ന് ഇംപ്രസ് ആവുക. അല്ല, ഇന്നലെ അച്ഛന്റെ കൂടെ സംസാരിക്കുന്ന കേട്ടു. ഓക്കെ അല്ലേ? ഓക്കെ തീരുമാനമായി. നിന്റെ അച്ഛൻ ആള് അടിപൊളിയാണല്ലോ. എന്റെ അച്ഛൻ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. എന്റെ അമ്മ അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ.
ആക്ച്വലി രണ്ടുപേരും ലവ് മാരേജ്. എന്റെ അച്ഛൻ എന്റെ അമ്മയുടെ പുറകെ നടന്നാ പ്രണയിച്ചത്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്. രണ്ടുപേരും ഒരുമിച്ചാലുണ്ടല്ലോ എന്നെ തീർത്ത് കളയും. അല്ല സമയം എന്തേ? 8:30 ആണെങ്കിൽ എന്റെ അമ്മയുടെ കോൾ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് വരും. ദേ. എന്താ അമ്മ? പോയിക്കൊണ്ടിരിക്കുക. ശരി അമ്മ. ഓക്കെ. ശരി അമ്മ, റെസ്റ്റ് എടുക്ക്. ഞാൻ ഈവനിങ് വന്ന് സംസാരിക്കാം. ഓക്കെ ബൈ. കാർത്തിക്, ഇന്ന് ഈവനിങ് നിന്റെ ഓഫീസ് എപ്പോഴാ കഴിയുന്നത്? ഒരു 6 മണിക്ക് തീരും. എന്താ വെച്ചേ? അല്ല, എനിക്ക് ഓഫീസ് 3 മണിക്ക് കഴിയും. സോ ഈ സ്ഥലമൊക്കെ കാണാന്ന് വിചാരിച്ചു. നീ എന്നെ കൊണ്ടുപോകും? പോവാലോ. 3 മണിക്ക് ഓക്കെ ആണോ? നമ്മുടെ ഓഫീസല്ലേ, സമയം ഒന്നൊരു കാര്യമില്ല. ഞാൻ പോകുന്നതാണ് സമയം, പുറത്ത് വരുന്നതാണ് ഔട്ട് ടൈം. 3 മണിക്ക് വരുന്നു, പിക്കപ്പ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ സാർ, പെർമിഷൻ വേണം സാർ. ഒരു രക്ഷയുമില്ല. പോ, ഞാനും തരത്തില്ല. അല്ല സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നീ ഫുള്ളായിട്ട് ഒരു ദിവസം വർക്ക് ചെയ്താലും മര്യാദയ്ക്ക് എന്നെ ജോലി തീർക്കത്തില്ല. അപ്പോഴാണ് നീ പെർമിഷൻ ചോദിച്ചോണ്ട് വരുന്നത്. അതൊന്നും നടക്കുന്ന കാര്യമില്ല. നീ വെക്കോ. തലയാ. അല്ല, ആ നെയ്യാറ്റിൻകരയിലെ ക്ലയന്റിന്റെ കാര്യം എന്തായി? 2 ദിവസത്തിൽ തീരും സാർ. ആ കോർപ്പറേറ്റ് ഫിലിമിന്റെ എഡിറ്റിംഗ് കഴിഞ്ഞായിരുന്നു. ഇന്ന് ഈവനിങ് ശരിയാവും സാർ. ഇഡിയറ്റ്, എല്ലാം പാതിയാക്കി വെച്ചിട്ട് പെർമിഷൻ ചോദിച്ചു വന്നിരിക്കുക. ഇറങ്ങി പോടാ. പെർമിഷൻ ഒന്നുമില്ല, വെക്കോ. ഹലോ, പറഞ്ഞോളൂ. അതെയോ? എപ്പോ ഇന്ന് ഉച്ചയ്ക്കോ? ശരി. ഓക്കെ. അല്ല, എനിക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, ഞാൻ വരാൻ ശ്രമിക്കാം. ശരി, നിങ്ങൾ നോക്കിയോ. കരയല്ലേ? ശരി, ഓക്കെ. ഒന്നുമാവില്ല. കരയരുത്. എന്ത് ചെയ്യാനാ? അറിയില്ല, വരാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ. ഡോ, എന്താണോ? സാർ, എന്റെ അമ്മാവനാണ് സാർ. രാവിലെ 2ാമത്തെ നിലയിൽ നിന്ന് താഴെ വീണു സാർ. അയ്യോ, തലയിൽ നല്ല മുറിവുണ്ട്. രാവിലെ അദ്ദേഹത്തെ ഹോസ്പിറ്റലാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഓഫീസിലേക്ക് വന്നത് സാർ. അമ്മാവന്റെ വൈഫ് എന്നെ വിളിച്ചത് സാർ. നിന്റെ അമ്മായിയാണോ? അല്ല സാർ, എന്റെ അമ്മാവനാണ് സാർ. എടോ, അമ്മാവന്റെ ഭാര്യ എന്ന് പറയുന്നത് നിന്റെ അമ്മായിയല്ലേ? സാർ, ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലാണ് സാർ. എന്റെ അമ്മാവനാണ് സാർ. വൈകുന്നേരം 3 മണിക്ക് ഓപ്പറേഷൻ ആണ് സാർ. ഞാൻ അടുത്തുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കുന്ന അമ്മായി പറഞ്ഞു സാർ. സാർ, എനിക്ക് ബന്ധുക്കൾ വേറെ ആരുമില്ല സാർ. അവര് മാത്രമാണ് എന്റെ ഏക ബന്ധു. എന്റെ അമ്മാവനാണ് സാർ എനിക്ക് അതിന്റെ ഹരിശ്രീ കുറിച്ചത്. ഇമോഷൻ ആവാതെ താൻ പൊയ്ക്കോ. അല്ല സാർ, പ്രോജക്ട് അതാണ് എനിക്ക് ഏറ്റവും പ്രധാനം സാർ. എന്നിട്ട് ഞാൻ പോയിക്കോളാം. അയ്യോ, പ്രോജക്റ്റ് ഒക്കെ ഞാൻ നോക്കിക്കോളാം. താൻ പൊയ്ക്കോ. സാർ, ഞാൻ വേണമെങ്കിൽ ഒന്ന് ചെയ്യട്ടെ സാർ. പ്രോജക്ട് എന്തൊക്കെയാണെന്ന് കൃഷ്ണയോട് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് പോകും. തന്നോട് പോകാനല്ലേ പറഞ്ഞത്? താൻ പോ. ഓക്കെ സാർ, താങ്ക് യു സാർ. അല്ല, ഞാനിട്ട എന്റെ ഫോട്ടോയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ 4 ലൈക്ക് മാത്രമേ വീണിട്ടുള്ളൂ. കാർത്തി, നിക്ക്. അയ്യോ, പെട്ടല്ലോ. നീ എവിടെ പോവാ? അത് ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. ശരി, വാ, ഒന്ന് വലിച്ചിട്ട് വരാം. ബ്രോ, ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് ബ്രോ. എടാ, സിഗരറ്റ് വലിക്കാൻ ഒരു 5 മിനിറ്റല്ലേ ആവുള്ളൂ. വന്നേ. ഞാൻ വരില്ല. വരാനാ പറഞ്ഞു. ഒരു 5 മിനിറ്റ്. നമ്മുടെ ഓഫീസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതെന്നറിയോ? ഇത് തന്നെ. കാരണം ഒരു ശല്യമില്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് കുറെ നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് മനസമാധാനത്തോടെ വീട്ടിലേക്ക് പോവാ. അടിപൊളി. ഞാൻ പോട്ടെ. എന്നാ 2 പുക എടുത്തിട്ട് പോ. ഇത് ഞാൻ വലിക്കണം. അതെ, ഓക്കെ. അല്ല, ഒരു കാര്യം മറന്നു. ശ്വേതയുടെ കാര്യം എന്തായി? സെറ്റാവില്ലേ? എന്തേ? ബ്രോ, ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് ബ്രോ. എനിക്ക് ഇഷ്ടമായില്ല. ഇങ്ങനത്തെ പെണ്ണുങ്ങളെയൊക്കെ ജീവിതകാലം മുഴുവനും കൊണ്ടു നടക്കാൻ പറ്റില്ലെന്നേ. അതിന് ഞാൻ ലൈഫ് ലോങ് സിംഗിൾ ആയിട്ട് തന്നെ ഇരുന്നോളാം. കോള് വരുന്നു. അമ്മയുടെ കാണാണെങ്കിൽ എടുക്കാതിരിക്കരുത്. എടുക്കെടുക്ക്. അമ്മമാര് ദൈവത്തെ പോലെ. എടുക്കെടുക്ക്. പാവം, എന്തൊരു നല്ല പയ്യൻ. അമ്മയോട് എന്തൊരു സ്നേഹം. ശ്വേത, തീർന്നോ? എനിക്ക് തീർന്നു. ഞാനിപ്പോ ഇറങ്ങാൻ പോവാ. അതെ, 10 മിനിറ്റ് എക്സാക്ട് 10 മിനിറ്റിലാണ് ഞാൻ. ഓക്കെ. ഞാൻ അവിടെ വന്നിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ. ആരാ? ശ്വേതയാ? എന്നോട് എന്തിനാടാ മറച്ചേ? കുറെ നാളായില്ലേ ഒരുമിച്ച് നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ശ്വേതയെ കാണാനാണെന്ന് എന്നോട് പറഞ്ഞൂടെ? ഞാൻ എന്താ നിന്നോട് ദേഷ്യപ്പെടാൻ വരൂ? എന്തൊരു സ്വഭാവോടോ ഇതൊക്കെ. അല്ല, ശ്വേതയോട് നീ സംസാരിക്കാറില്ലല്ലോ, പിന്നെ ഇങ്ങനെ വീണ്ടും സെറ്റായി? അത് പിന്നെ ശ്വേതയല്ലേ, നമ്മുടെ ടി നഗർ ബ്രാഞ്ചില്ലേ, അവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പുതിയ ബ്രാഞ്ചിലോ? പിന്നെ ജോയിൻ ചെയ്തത് കൊണ്ട് എനിക്ക് പാർട്ടി തരുന്നു. പാർട്ടി എന്ന് പറഞ്ഞാൽ മട്ടൺ, ചിക്കൻ, ബിരിയാണി അങ്ങനെ എന്തെങ്കിലും? ബിയർ വാങ്ങിച്ചു. വെള്ളം അടിയോ? കൊള്ളാലോ. ഇപ്പൊ നീ ശ്വേതയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ? അങ്ങനെയല്ലേ? ഞാൻ നന്ദിയെ പോലെ തടസ്സം നിൽക്കുന്നു. ഇതൊക്കെ ആദ്യം തന്നെ അങ്ങ് പറഞ്ഞാ പോരായിരുന്നു. പൊയ്ക്കോ. ഓ, വഴിഞ്ഞൊഴുകുന്നു. പൊയ്ക്കോ. പിള്ളേരാകെ ചീത്തയായി പോയി. 90കളിൽ ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു. സിൽക്ക് സ്മിതയുടെ സിനിമ കണ്ടിട്ട് എന്തൊക്കെ ചെയ്തിരിക്കുന്നു.
പോലവേ അഴകാക്കി പോനാ. കാർത്തിക്, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാ? എങ്ങനെ ലൈഫിനെ കുറിച്ചൊരു ചിന്തയില്ലാതെ എപ്പോഴും ജോലി ആയിട്ട്? എന്തിനാ ആലോചിച്ചിട്ട് ജോളി ആയിട്ടിരിക്കാലോ. അത് മാത്രമല്ല എന്റെ ജീവിതത്തിൽ വിഷമിക്കുന്ന പോലെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പൊ നിന്റെ ലൈഫിൽ എന്ത് നടന്നാലായിരിക്കും നീ വിഷമിക്കുക? ഉദാഹരണത്തിന് ഞാനൊരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാണെന്ന് വെച്ചോ. എന്തിനു വേറെ പെണ്ണ്? ഞാൻ തന്നെ പ്രപ്പോസ് ചെയ്യാണെന്ന് കരുതിക്കോ. ഹാ? ഉദാഹരണത്തിന് അപ്പോഴല്ലേ നമുക്ക് സിങ്ക് ആവുള്ളൂ. ഇപ്പൊ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തിട്ട് നീ റിജക്ട് ചെയ്താലുണ്ടല്ലോ, അതിന് ഞാൻ വിഷമിക്കും. പേരോട് പെണ്ണേ നെഞ്ചൈ കൊത്തി പോനായ്. അതിരിക്കട്ടെ, നിന്റെ ഏജ് എന്താ? 27, ഏയ് 29, കള്ളം പറയല്ലേ. 29 + 1. കാർത്തിക്, അയ്യോ വെർജിൻ? ഹേയ്, എന്നെ കണ്ട നിനക്ക് എങ്ങനെ തോന്നുന്നു? പറയുന്നേ. 100% വെർജിൻ. അതെന്താ ഇത്ര കാലമായിട്ട് ഒരു പെണ്ണും പോലും സെറ്റായില്ല നിനക്ക്? എന്റെ റേഞ്ചിൽ ഇതൊരു ഒരുത്തി സെറ്റ് ആയിട്ട്. ഡാ. അല്ലല്ല, ഞാൻ ശ്രമിച്ചായിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇതുവരെ ഒരു പെണ്ണിനെ പോലും നീ കിസ് ചെയ്തിട്ടില്ല? കിസ് ചെയ്തിട്ടുണ്ട്. അവളുടെ പേര് മലർവേഴി. ആരാ, നമ്മുടെ ഓഫീസിലെയാ? ആരോടും പറയില്ല, നീ പറയില്ലല്ലോ. പറ. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴേ അടുത്തിരുന്ന പെൺകുട്ടിയാ മലർവേഴി. കാണാൻ അടിപൊളിയാ. ആർക്കും അറിയാതെ ഒരു തെരുവിൽ വെച്ച് ഓർത്തു. ഇപ്പൊ അവൾ എന്ത് ചെയ്യാ? മലർവഴിയോ? അവൾക്ക് കല്യാണമായി, യൂസിൽ സെറ്റിലായി. 2 പെൺകുട്ടികളാണ് അവൾക്ക്. ഈ ലോകത്ത് എന്തുമാത്രം ലവ് സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരെണ്ണം ആദ്യമായിട്ട് കേൾക്കുന്നെട്ടോ. നീ വേറെ ലെവലാ. ഇപ്പഴാ മനസ്സിലാവുന്നത് നിനക്ക് എന്തുകൊണ്ടാ ഇതുവരെ പെണ്ണാരും സെറ്റാവാത്തെന്ന്. നീളാത് കണ്ണേ ദൂരം പോനായ്. നീനായ് ഉറങ്ങാമൽ നാനോ കടലാകിരേൻ മാനമേ വാനി. കന പോലവേ കളവാടി പോകിറായ്. നില പോലവേ അഴകാക്കി പോനായ്. അയ്യോ, നല്ല മഴ അല്ലേ? കാർത്തിക്, 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 എന്തുപറ്റി? കാർത്തിക്, ഒരു കോഫി ഇടട്ടെ? ഈ മഴയ്ക്ക് അടിപൊളിയായിരിക്കും. ആ ചേട്ടാ, വരൂ ചേട്ടാ, വരൂ. ചേട്ടന് സുഖാണോ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഞാൻ എന്താ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്ക് സുഖല്ലേ? എനിക്കെന്താ കുഴപ്പം? എനിക്ക് സുഖമാണ്. കാർത്തിക്, നിനക്ക് സുഖം തന്നെയാ, അതെനിക്ക് അറിയാലോ. നീ ഈ പ്രേതത്തിന്റെ കൂടെ ഇവിടെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കല്ലേ? ഏത് പ്രേതം? അത് ശരി, ഏത് പ്രേതന്നാ? എടാ കാർത്തി, ആ പെണ്ണിന്റെ പ്രേതത്തിന്റെ കൂടെ നീ കറങ്ങണത് ഞാൻ കണ്ടുട്ടാ. അതും ബൈക്കിലിരുന്ന് കൊഞ്ചി കുഴഞ്ഞോണ്ട് ഞാൻ കണ്ടുട്ടാ. വെറുതെ ഉണ്ടല്ലേ? ചുമ്മാതായിരുന്നു. കാർത്തിക്, ആ പെൺകുട്ടി ഏതാണെന്ന് ഞാൻ പറയട്ടെ. ആ കിടാവ് നിന്റെ അമ്മാവന്റെ മോളാണല്ലേ? ആ പെൺകുട്ടിയും നീയും
പ്രണയത്തിലാണ്. അവള് നിന്നെ തന്നെ കെട്ടണമെന്നും പറഞ്ഞ് ഒളിച്ചോടി ഇങ്ങോട്ട് വന്നിരിക്കുക. കറക്റ്റ് അല്ലേ? അല്ല ചേട്ടാ, കറക്റ്റ് അല്ല ചേട്ടാ. പറയടാ, ആരാ അവള്? ചേട്ടാ ഞാൻ തെളിച്ച് പറഞ്ഞേക്കാം. അത് എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് ചേട്ടാ. ചെന്നൈയിൽ ആരും അറിയാത്തോണ്ടാണ് എന്റെ വീട്ടിൽ താമസിക്കുന്നത്. ഇന്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുകയാണ്. ജോലി കിട്ടി കഴിഞ്ഞാൽ 2 ദിവസത്തിൽ ഇവിടുന്ന് പോകും ചേട്ടാ. എനിക്കറിയാം. പക്ഷെ കാർത്തിയേ, നിനക്ക് ഒരു പെണ്ണിനെ പ്രേമിക്കാൻ കഴിയില്ലട്ടാ. നിനക്ക് ഏതെങ്കിലും പെണ്ണിനെ വളയ്ക്കാൻ അറിയില്ലല്ലോ. മാങ്ങ സ്വയം താഴെ വീണല്ലേ നിനക്ക് പിടിക്കാൻ പറ്റൂ. മരത്തിന്മേ കയറിയിട്ട് നിനക്ക് മാങ്ങ പറിക്കാൻ അറിയില്ല. കറക്റ്റ് അല്ലേ? എന്നാ കാണാട്ടാ. പക്ഷെ കാർത്തികേ, എന്താ? നീ എന്നോട് എന്താവശ്യപ്പെട്ടാലും ഞാനത് സമ്മതിക്കും. പക്ഷേ ആഞ്ജനേയ ശ്ലോകം 1,00,000 തവണ എന്നോട് നീ ഉറക്കൊഴിച്ച് ചൊല്ലാൻ പറഞ്ഞില്ലടാ. അതിന് ഞാൻ നിന്നോട് ക്ഷമിക്കില്ലട്ടാ. ക്ഷമിക്കില്ല. ഈ ജീവിതത്തില് നിനക്കൊരു കല്യാണ ജീവിതം ഉണ്ടെങ്കിൽ അതൊരിക്കലും ഒരു പ്രണയ വിവാഹം ആയിരിക്കില്ല. ഓൺലി അറേഞ്ച്ഡ് മാരേജ്. കേട്ടോ? അനുഭവിക്കോടാ നീ. എന്താ ലോഫിംഗ് റോസ്കൽ? എടാ മഹാഭാവി മനുഷ്യ, ഇയാള് വീട്ടിൽ വന്ന് ശപിച്ചിട്ട് പോവാണല്ലോ. ഇനി ചിലപ്പോ ഇയാള് പറഞ്ഞു സംഭവിക്കൂ. മച്ചാനെ ഹായ്. ഓക്കേടാ. ഗെറ്റ് ടുഗദർ എപ്പോഴാ? ഓക്കെ മര്യാദ കേൾക്കുന്നില്ല, സിഗ്നൽ മിസ്സാവുന്നുണ്ട്. ഞാൻ ഓഫീസിൽ വഴി വീഡിയോ കോൾ ചെയ്യാം. ബൈ. ഹേയ്, നീ എന്താ സാരി കൊടുത്തിട്ട്? എന്തേ? സാരി നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ. ഉടുക്കാൻ തോന്നി. എന്റെ അച്ഛനമ്മയ്ക്കും ഇത് ഒരുപാട് ഇഷ്ടമാ. അപ്പൊ നിനക്ക് സാരി ഉടുക്കാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ? അതേലോ. ഓക്കെ ഓക്കേന്ന് വെച്ചാ? അതല്ല, തനിക്ക് 2 ലാംഗ്വേജ് നന്നായിട്ട് അറിയാലേ. ഹായ് ഡി. പിന്നെ നീ എപ്പോഴാ നാട്ടിൽ നിന്ന് വന്നേ? രാവിലെ അടി വന്നേ. അതെയല്ലേ. എന്നിട്ട് കാർത്തിക് സർ എന്താണാവോ പറയുന്നേ? എല്ലാം ഓക്കെ തന്നെയാ. ഓക്കെ ആണോ? ഛീ. ഇനി എന്താ, ഡിസൈൻ ഓക്കെ ചെയ്ത പോലാണല്ലോ. കമ്പനിയിൽ എല്ലാരും ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. നടക്കട്ടെ. താങ്ക് യു. ഹായ് അനിത. ഹായ്. ഹായ് ശ്വേത. ഹായ്. എപ്പോഴാ നാട്ടിൽ നിന്ന് വന്നേ? ഞാൻ വന്ന കാര്യം വിട്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നിനക്കിന്ന് ജോലി ഇല്ലല്ലോ ഇവിടെ. എനിക്ക് ലീവാണ്. ചുമ്മാ വന്നതാ ഞാനിന്ന്. രാജ സാറില്ലേ, അങ്ങനെ കാണാൻ വന്നതാ. രാജാ സർ പുറത്തു തന്നെ ഉണ്ടല്ലോ. പുറത്താണോ? അയ്യോ, ഞാൻ കണ്ടില്ലല്ലോ. കാണണ്ടവരെ കണ്ടാ പിന്നെ വേറെ ആരും കാണണ്ടല്ലോ. പിന്നെ 2 ദിവസം മുമ്പ് ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചില്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. നിന്റെ അമ്മ അയച്ചത്. പെണ്ണ് കറുത്താന്നോ നോക്കണ്ട, നീ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്ക്. പ്രായമായില്ലേ, സെറ്റ് ആകണ്ടേ. ശരി, പുറത്ത് നിന്നെ ടീം ലീഡർ തെരഞ്ഞായിരുന്നു. നീ ഒന്ന് പോകുന്നുണ്ടോ? പോ. തെരയുന്ന ആള് മുമ്പിൽ വന്നാ പിന്നെ നമ്മുടെ ആവശ്യമില്ലല്ലോ. ഇവിടെ പുറത്ത് തള്ളുമ്പോഴേക്കും എന്റെ ഊപ്പാട് തീർന്നു പോയാ. എന്താ കാർത്തിക്, ശരിക്കും രാജസാറിനെ കാണാൻ വന്നയാ? അല്ല, ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ വന്നതാ. എന്നിട്ട് കണ്ടോ? കണ്ടല്ലോ. എന്നിട്ട്
ഒന്നുമില്ല, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. പിന്നെ എന്താ കാർത്തിക്, നീ എന്നെ കാണണമെന്ന് പറഞ്ഞായിരുന്നു. വാ ക്യാബിനിലേക്ക് വാ. ഇല്ല സാർ. ആ, വാ ഞാൻ- ക്യാബിനിലേക്ക് പോ. സാർ, സാർ, തണുപ്പൊന്നും സംസാരിക്കാ, വാ. സാർ, നീ ഇങ്ങോട്ട് സാർ, വാ കാർത്തിക്. സാർ. ആരെ? ആ പറയൂ കാർത്തിക്, എന്തിനാ എന്നെ കാണണമെന്ന് നീ പറഞ്ഞത്? അല്ല സാർ, ലീവ് ആയിട്ട് വെറുതെ അങ്ങ് സിഗരറ്റ്? പുറത്തിറങ്ങി. വേണ്ട സാർ, ഞാൻ ഇറങ്ങിക്കോട്ടെ സാർ. ഇരിക്കേ, എന്തോ പറയണമെന്ന് കരുതി വന്നതല്ലേ, പറഞ്ഞിട്ട് പോ. സാർ, സാർ എന്താ ഈ ചെയ്യുന്നത്? സിഗരറ്റ് തന്നെ പാതിരെ കട്ടിന്ന്. അത് എന്റെ ഫാമിലി ഡോക്ടർ സർ, നിങ്ങളിപ്പോ ഒരുപാട് സിഗരറ്റ് വലിക്കുന്നുണ്ട്, അത് ശരീരത്തിന് നല്ലതല്ല, അതുകൊണ്ട് പകുതി കുറയ്ക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എപ്പോ എടുത്താലും പകുതി മുറിച്ച് കളയുന്നത്. സാർ, അതിന് വല്ല ഗുളികയും വാങ്ങിച്ചുകൂടെ സാർ? ആ, ഗുളികയും തന്നിട്ടുണ്ട്. അത് ഡെയിലി രാവിലെ 10 മണിയാകുമ്പോൾ കഴിക്കണമെന്നും പറഞ്ഞു. അപ്പൊ പിന്നെ സിഗരറ്റ് വലിക്കണമെന്ന് തോന്നലുണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെന്താ സാർ, ഗുളിക ഉണ്ടല്ലോ, പിന്നെന്താ? 10 മണിക്ക് കഴിക്കേണ്ട ഗുളിക ഞാൻ മറന്നു പോയിട്ട് 12 മണിക്കാണ് കഴിച്ചത്. പിന്നെന്താ ചെയ്യ്? പിന്നെ എന്ത് ചെയ്യാനാ, ക്ലോക്കിലെ സമയം ഞാൻ 10 മണിയാക്കി വെച്ചു. പറ്റുന്നില്ല സാർ, ഞാൻ പോട്ടെ സാർ. എന്താ എന്തു പറ്റി? നെഞ്ചൊക്കെ പിടയ്ക്കുന്നു സാർ, ഞാൻ പോയി വാക്സിൻ എടുട്ടെ. വാട്ട് ഈസ് ദിസ് കാർത്തിക്? ഞാനിത് നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. സാർ, ആക്ച്വലി തീർക്കാന്നാ വിചാരിച്ചത്, പക്ഷേ ഇത്ര ലേറ്റ് ആവുന്ന ഒട്ടും പ്രതീക്ഷയില്ല സാർ. ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻസ്. നാളെയാണ് ക്ലയന്റിനെ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. ഡിസൈൻ ഇതുവരെയായിട്ടും തീർത്തിട്ടില്ല. ഇതെന്താ അല്ല സ്കൂൾ? സാർ, രാഹുൽ പെട്ടെന്ന് മെഡിക്കൽ ലീവിൽ പോയതുകൊണ്ട്. സോ വാട്ട്? രാഹുൽ ലീവാണെന്ന് നിനക്കറിയാലോ. ഒന്നുകിൽ ഡെഡ് ലൈൻ ഡേറ്റ് പറയണം, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്യണം. വേറൊരു ഓൾട്ടർനേറ്റീവ് നോക്കാറില്ലല്ലോ നമുക്ക്. ഇപ്പൊ വന്നിട്ട് ഡിസൈൻ ഇല്ല, മാങ്ങയില്ല, തേങ്ങയില്ലെന്ന് പറഞ്ഞ് ഞാൻ എന്താ ചെയ്യുക? ഞാനത് നോക്കട്ടെ. ഹലോ അശോക്. ഹായ് 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 ഹായ്, ഹൗ ആർ യു? ഇറ്റ്സ് റിഗാർഡിംഗ് ടുമാറോസ് മീറ്റിംഗ്. Can we postpone the meeting to Friday or Saturday? If you don't mind. Shit. അത് സാറേ, വെക്കല്ലേ, അത് എന്താ വെച്ചാൽ, ഓ ഷിറ്റ്, നാളെ മുംബൈ പോവാണെന്ന് ഞാൻ പറഞ്ഞ് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അയാൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ബ്ലഡി 50 lakhsന്റെ പ്രോജക്റ്റാ. സർ, നമുക്ക് കുമാറിന് വെച്ചൊന്ന് ഡിസൈൻ ചെയ്ത് നോക്കിച്ചാലോ? നോ കൃഷ്ണ, അപ്പൊ നിന്റെ പ്രോജക്റ്റ് ആര് നോക്കും? അത് മാത്രമല്ല, 24 മണിക്കൂറിനുള്ളിൽ ഇതിനൊരു ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റില്ല. അയ്യോ, 3 വർഷം കഴിഞ്ഞിട്ടാണ് ആ കമ്പനി നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. 8ന്റെ പണിയാണല്ലോ തന്നത്. ഓടാ പറ്റില്ലെന്ന് പറയട്ടെ. സോറി സർ. ഒന്നിറങ്ങി പോ. ഐ വിൽ ഡു സംതിങ്. ഗെറ്റ് ലോസ്റ്റ്. ഇവിടെ നിന്ന് അയാൾക്ക് അടിച്ച് കീറി പോവാ. കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞതാ ഡിസൈനർ ഇല്ല, ക്ലയന്റ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യണ്ടാന്ന്. പിന്നെ അറേഞ്ച് ചെയ്യാം. ഇപ്പൊ ഇയാൾ എന്നെ അറേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ എന്റെ തല കയറി കിടന്ന് ഡാൻസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കറിയാം. അങ്ങനെ കുറിച്ച് നിനക്കറിയാലോ. ദേഷ്യം വന്ന അയാൾ എന്തും പറയാൻ മടിക്കില്ല. പിന്നെ തണുത്ത് കഴിയുമ്പോ തണുത്ത ബീർ വാങ്ങിച്ചു തരാറില്ല. പോട്ടെ പോട്ടെ എന്താ പോട്ടെ. പ്രശ്നം എന്ന് വെച്ചാ, ചിലപ്പോ പ്രോജക്ട് പോയാലുണ്ടല്ലോ, കാർത്തികാരന പ്രോജക്ട് പോയെന്ന് വെറുതെ ആവശ്യമില്ലാതെ എന്നെ പഴിച്ചാരാൻ തുടങ്ങും. അതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. നോക്ക്, ഈ പ്രോജക്റ്റ് നമ്മുടെ കൈവിട്ട് പോവില്ല. ക്ലയന്റ് കുമാറിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, മനസ്സിലായോ? അതുകൊണ്ട് ഡോൺ വറി. ഇങ്ങനത്തെ കഴിഞ്ഞ മാസം പറഞ്ഞത്. പ്രോജക്ട് എന്തായി? അത് 7ാം നമ്പർ റൂമല്ലേ, ഒരു ഭാഗ്യമില്ലാത്തതാ. ഞാൻ അന്നേരം പറഞ്ഞാ, നിങ്ങളാരും കേട്ടില്ല. പക്ഷെ ഇത് കൈവിട്ട് പോവില്ല. എടാ, നീ ഇപ്പൊ ഭയങ്കര ചൂടില്ല. കൂളാവണമെങ്കിൽ നേരെ പോയി ശ്വേതയെ കാണാം. ആ, സീനിയർ പറഞ്ഞ കേക്കണം, വർക്കൗട്ട് ആവും. ചെലവിന് ചില്ലറയൊക്കെ ഉണ്ടല്ലോ. ഉണ്ടെന്ന് എനിക്കറിയാം. പോയിട്ട് വാ, കൂടുതൽ ആലോചിക്കണ്ട. ചെല്ല്. ഓക്കെ. എല്ലാത്തിനും ഓരോ ചോദ്യങ്ങളുണ്ട്. ഇവന് വേണ്ടി BP ഗുളിക പോക്കറ്റിലിട്ട് വെക്കണമെന്ന് തോന്നുന്നു. എന്താ ഡള്ളായിരിക്കുന്ന? ആര്? ഞാൻ ഡള്ളൊന്നുമില്ല. ആ മോന്ത കണ്ട എനിക്കറിയില്ലേ, പറ. പേഴ്സണലി ഒന്നുമില്ല. നാളെ ഒരു ക്ലയന്റ് മീറ്റിംഗ്. ആക്ച്വലി ഒരു ഡിസൈനർ സെറ്റ് ആയിരുന്നതാ. ഇപ്പൊ പെട്ടെന്ന് മെഡിക്കൽ ലീവിൽ പോയി കളഞ്ഞു. നാളെ ക്ലയന്റ് മീറ്റിംഗിൽ എന്താ ചെയ്യാൻ പോകുന്ന അറിയില്ല. മാനേജർ ആണെങ്കിൽ വിളിച്ച് ചീത്ത പറയാണ്. ഇതിനെന്തിനാ അപ്സെറ്റ് ആവുന്നത്? ഇത് നിനക്ക് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടൂടെ? നിന്റെ ബോസ് പറ്റില്ലെന്ന് പറഞ്ഞാലും നീ അത് ചെയ്ത് കാണിക്ക്. ചിലപ്പോ ഇത് കാരണം നിന്റെ ലൈഫ് അങ്ങ് മാറിയാലോ? അതൊക്കെ ശരിയാണ്, നീ പറയുന്ന കേൾക്കാൻ കൊള്ളാം. പക്ഷെ നടക്കുവോ? നിനക്ക് ബേസിക് ഡിസൈൻസ് ഒക്കെ അറിയാവുന്നല്ലേ? ആ, ഏകദേശം അറിയാം. അപ്പൊ പിന്നെ എന്താ, ഇന്ന് രാത്രി മുഴുവനും നമ്മളിരുന്ന് ഈ ഫുൾ പ്രോജക്റ്റ് അങ്ങ് തീർക്കും. ഓക്കെ അല്ലേ? ശരിക്കും? ഓക്കെ ഓക്കെ. ശരിക്കും പെടുത്തി കളഞ്ഞല്ലോ. ഒരു സാർ, സമാധാനമില്ല. അവൻ വരും സാർ. വന്ന ഉടനെ എല്ലാ പ്രശ്നവും സോൾവ് ആവും, ഉറപ്പാ. എങ്ങനെ തിരുന്നറിയില്ല, ആകെ ടെൻഷൻ ആവുന്നു. ഒന്ന് കൂളാവും സാറേ. സാർ, പറഞ്ഞ പോലെ അവൻ വന്നല്ലോ, കണ്ടില്ലേ? സാർ, നാളെ രാവിലെ ഷാർപ്പ് 10 മണിക്ക് പ്രോജക്ട് സാറിന്റെ ടേബിൾ റെഡി ആയിരിക്കും. നോട്ട് മൈ പോയിന്റ്. എടാ കാർത്തിക്, ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിനൊക്കെ പറഞ്ഞു പോയതാ. നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? 2 ആഴ്ച സമയം എടുത്തു. അശോകിന്റെ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം. സാർ, ഞാൻ തീരുമാനിച്ചു. ക്ലയന്റ് മീറ്റിംഗ് നാളെ തന്നെ തീർക്കുന്നു. പ്രോജക്ട് അടിച്ച് പൊളിക്കുന്നു. കാർത്തി,
ലേറ്റ് ആയാലും കുഴപ്പമില്ല. ക്ലയന്റ് മീറ്റിംഗിൽ എന്തെങ്കിലും ചെറിയ പെശക് പറ്റിയ പ്രോജക്റ്റ് കൈവിട്ടു പോകും. സർ പ്ലീസ് എന്നെ തടയരുത്. ഞാനിപ്പോ ഫുൾ വൈബ്രേഷനിലുള്ളത്. ഇനി അങ്ങനെ തന്നെ വിട്ടേക്ക്. അത് പിന്നെ ഈ അന്തരീക്ഷം ബോറാണ്, ഒരു നെഗറ്റീവ് ഫീലിംഗ്. ഞാൻ വീട്ടിൽ പോയിട്ട് പ്രോജക്റ്റ് തീർത്തോളാം. ഷാൽ ഐ മേക്ക് എ മൂവ്? ദൈവത്തിനറിയാം. ശരി ശരി പോ. ഞാൻ വരട്ടെ. ബൈ. അയ്യോ സാർ, എന്തു പറ്റി? ഒന്നുമല്ല, പ്രോജക്റ്റ് കൈവിട്ടു പോകുന്നുള്ള ടെൻഷൻ ഒന്നുമില്ല. ആ. ഇവനെ ഓർത്താ എന്റെ ടെൻഷൻ. കോഫി ഹേ താങ്ക്സ്. ഡിസൈൻസ് എവിടം വരെയായി? നോക്ക്, ഞാൻ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്, നീ നോക്കി. ഹേ സൂപ്പർഡാ, ഉം? നന്നായിട്ടുണ്ട്. എനിക്ക് ഈ കളർ പാറ്റേൺ ശരിയാണോ എന്നൊരു സംശയം. എന്റെ അടുത്ത് കുറച്ച് ഡിസൈൻസ് ഉണ്ട്, നീ നോക്കിയേ. സൂപ്പർ. കൊള്ളാല്ലേ? ഒന്ന് എനിക്ക് അയച്ചേ. ആ ഷ്യൂർ. അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യണേ. ഈ കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്ക്. അടിപൊളിയായിട്ടുണ്ട്. ശ്വേത, നിനക്ക് നല്ല ക്രിയേറ്റിവിറ്റിയാ. അടിപൊളി. വെറുതെ അങ്ങ് പൊക്കി പറയല്ലേ. സത്യമായിട്ടാ പറഞ്ഞു, വിശ്വസിക്കേ. നീ വേണമെങ്കിൽ നോക്കിയോ, ഈ പ്രോജക്റ്റ് ഉറപ്പായി നിനക്ക് കിട്ടും. അങ്ങനെ സംഭവിച്ചോണ്ടല്ലോ. ഈ മാസം ഡെയിലി എന്റെ ട്രീറ്റാ. ട്രീറ്റ് ഒന്നും വേണ്ട, നിന്റെ ഒരു മാസത്തെ ശമ്പളം അങ്ങ് തന്നാ മതി. ശരി, ഓക്കെ. ശ്വേത, ഹലോ. ആ പറഞ്ഞോ അമ്മേ. എനിക്ക് സുഖം തന്നെയാ, അമ്മയ്ക്കോ? എന്ത്? എന്നോട് ചോദിക്കാതെ എന്തിനാ അമ്മ ഡിസൈഡ് ചെയ്യുന്നേ? എന്നെ കൊണ്ട് വരാൻ പറ്റില്ല, ഞാൻ വരില്ല അമ്മേ. എന്തിനാ അമ്മ ഇങ്ങനെ ഒച്ച എടുക്കുന്നേ? ഇപ്പൊ എന്താ അമ്മയ്ക്ക് ഞാൻ അവിടെ വരണം, അത്രയല്ലല്ലോ. ഞാൻ വരാം, ഫോൺ വെക്ക്. കാർത്തിക്, എന്താ ശ്വേത? എനിക്ക് നല്ല തലവേദനയുണ്ട്, ഞാൻ ഓഫീസിലേക്കില്ല, നീ പൊയ്ക്കോട്ടോ. ഏയ് ശ്വേത, എന്ത് പറ്റി? അല്ല, നല്ല തലവേദനയുണ്ട്. എനിക്ക് മാനേജ് ചെയ്താൽ ഞാൻ ലീവ് എടുക്കും. ഞാൻ നോക്കിയോളാം, നീ പൊക്കോ. അല്ല, നിനക്കിന്ന് ക്ലൈന്റ് മീറ്റിംഗ് അല്ലേ? അതെ, നന്നായിട്ട് ചെയ്യും. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും, ഷുവർ. എന്ത് ഡ്രസ്സാ ഇത്? എന്ത്? നിനക്ക് തീരെ ഡ്രസ്സിംഗ് സെൻസ് ഇല്ല. ഇത് കൊള്ളൂലേ? അന്ന് നമ്മൾ പുറത്തു പോയപ്പോ നീ ഒരു ഹാഫ് ആൻഡ് ഷർട്ട് എടുത്തില്ലേ? അതെ. അതിട്ടോണ്ട് പോ, അപ്പൊ നന്നായിരിക്കും. അതാണ് നന്നായിട്ടുള്ളത്. ഉം. ഓക്കെ, ഫൈൻ. ഉം. സാർ, എന്റെ വൈഫ് ലേബർ റൂമിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞാൻ ഇത്ര ടെൻഷൻ ആയിട്ടില്ല. ഇവൻ പ്രസന്റേഷൻ ചെയ്യുന്നത് കാണുമ്പോ എന്റെ നെഞ്ചു കിടന്ന് പടപടാതെ ഇടിക്കുക. എനിക്ക് അയ്യോ സാർ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. അയ്യോ സാർ, ഇവൻ രാത്രിയിൽ പ്രോജക്റ്റ് ഉണ്ടാക്കുമായിരുന്നു അതോ നെറ്റ്ഫ്ലിക്സിലെ ജാക്കി ചാന്റെ സിനിമ കാണുമായിരുന്നു? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്ന് വെച്ച് സാറ് പേടിക്കണ്ട, എല്ലാം നന്നായി വരും. അപ്പോ നമ്മുടെ ജീവിതം കുളം തോണ്ടെന്ന് തോന്നുന്നു. എന്തായി? അല്ല, ഇവൻ പ്രോജക്റ്റ് തീർത്തിട്ട് പോവാണോ അതോ പറമ്പ് കളച്ചിട്ട് പോവാണോ? വരൂ സാർ, വരൂ സാർ, അകത്ത് പോകും സാർ. പൊയ്ക്കോളൂ സാർ, പൊയ്ക്കോളൂ സാർ, പൊയ്ക്കോളൂ സാർ. ഇവന്മാരുടെ മോന്ത കണ്ടിട്ട് പ്രോജക്റ്റ് സൈൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല. നല്ലത് വരട്ടെ, ഈ പ്രോജക്റ്റിനെ കൊണ്ട് തോറ്റു. കാർത്തി, സൂപ്പർ, കൺഗ്രാറ്റ്സ്, ഹാപ്പി, വെരി ഹാപ്പി. ക്ലയൻസ് വളരെ ഹാപ്പിയാണ്. നല്ലപോലെ ചെയ്തല്ലോ. പ്രസന്റേഷൻ എന്താണ് ചെയ്തത് നീ? നിന്റെ ഐഡിയാസ് എല്ലാം അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതൊക്കെ വളരെ പുതിയതായിട്ടും ഇന്നോവേറ്റീവ് ആണെന്ന് പറഞ്ഞു. എന്തായാലും കൊള്ളാം, വെരി ഗുഡ്, നന്നായിട്ട് ചെയ്തു. കൃഷ്ണ, നമ്മൾ അന്നൊരു ബാറിൽ പോയില്ലേ, അത് നീ ഇന്ന് ബുക്ക് ചെയ്തേ. ഇന്ന് പാർട്ടി ക്ലൈന്റിന്റെ അടുത്ത 2 പ്രോജക്റ്റ് ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആരുടെ കോളാന്നറിയാം. ആണുങ്ങൾ എന്തായാലും നിന്നെ വിളിക്കില്ല.
ഹായ് ശ്വേത. ഹായ്ഡാ. പ്രോജക്റ്റ് എന്തായി? യാ, പ്രോജക്റ്റ് ഓക്കേ. യെസ്. ഏയ് സൂപ്പർഡാ, കൺഗ്രാറ്റ്സ്, അടിപൊളി. താങ്ക് യു. അഭിനെ, നിനക്കിപ്പോ കുറവുണ്ടോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഓക്കേ ആ അല്ലേ? ഓക്കെയാ. പിന്നെ ഒരു കാര്യം, ഞാനിന്ന് നാട്ടിലേക്ക് പോവാ. നാട്ടിൽ പോകുന്നോ? അമ്മ എന്നെ നേരത്തെ വിളിച്ചിരുന്നില്ലേ, അങ്ങോട്ട് വരാൻ പറയാ, പോണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേച്ച അതൊന്നുമല്ല. ശരി, നീ എപ്പോഴാ വരാ? ഞാൻ പോയിട്ട് ഒരു 2 ഡേയ്സിനുള്ളിൽ തിരിച്ചു വരും. ശരി, ഞാൻ നിന്നെ ബസ് കയറ്റി വിടാം. ആഹാ, വേണ്ട വേണ്ട വേണ്ട, നീ വർക്കിന്റെ കാര്യം നോക്ക്, ഞാൻ നോക്കിക്കോളാം. ശരി, നീ റീച്ച് ആയിട്ട് ടെക്സ്റ്റ് ചെയ്യുക. ഓക്കെ, ആ, ഞാൻ അവിടെ എത്തിയിട്ട് നിന്നെ വിളിച്ചോളാം. നീ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ ബൈ. ഓക്കെ മിസ് യു. ബൈ. ബൈ. കഴിഞ്ഞ ജന്മത്തിലെ ഡാൻസ് മാസ്റ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇരിക്കും സാർ. വേണ്ട. എന്താണ് കൃഷ്ണ കാർത്തിക് ഡള്ളായിട്ടിരിക്കുന്നത്? അത് കാര്യമൊക്കെ ഉണ്ട് സാർ. അവൻ പ്രേമിക്കുന്ന പെണ്ണ് നാട്ടിൽ പോയിരിക്കുക. ആ ഒരു വിഷമത്തില. ഒരു പെണ്ണ് നാട്ടിൽ പോയെന്ന് പറഞ്ഞ് ഇത്രയും വിഷമിക്കണോ? അവൻ അവളോട് ഒടുക്കത്തെ പ്രേമോ സാർ. എടാ സില്ലി ഫെലോ, പെണ്ണ് പോയാലാണ് നമ്മൾ ഹാപ്പി ആവേണ്ടത്. ആ കാലത്തിലൊക്കെ ഞാൻ പ്രേമിച്ച് നടക്കുമ്പോ, അതായത് കോളേജിൽ 3rd ഇയറിന് പഠിക്കുന്ന സമയത്ത്, അഞ്ജലി എന്നൊരു പെണ്ണ്, നല്ല സുന്ദരി പെണ്ണാ, നല്ല ബ്യൂട്ടിഫുൾ ഗേൾ. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾക്ക് എൻഗേജ്മെന്റ് ആയത്. പക്ഷേ അവൾക്ക് എന്നോട് ഭയങ്കര പ്രേമം. എനിക്കും അവളോട് പ്രേമം തോന്നി. കോളേജിലെ പഠിത്തം അവസാനിക്കുന്ന സമയത്ത് അവിടെ കല്യാണം ആയെന്ന് പറഞ്ഞു പോയി. അവളുടെ നാട് ശരിക്കും പഞ്ചാബാണ്. അവളുടെ നിശ്ചയം കഴിഞ്ഞ് കല്യാണം നടക്കുന്നതിന് മുൻപായിട്ട് ഞാൻ അവളെ തേടി അവിടെ ചെന്നു. അപ്പോഴാണ് ടിസ്റ്റ്. ഞാൻ അവളുടെ കല്യാണം അറ്റൻഡ് ചെയ്തു. പക്ഷേ പയ്യൻ താലി കിട്ടുന്നതിന് മുമ്പായിട്ട് അവളുടെ അമ്മയുടെ അച്ഛന്റെ സമ്മതത്തോടെ ഞാൻ അവളെ കുട്ടിക്ക് പോന്നു. എന്തൊരു പ്രേമം കണ്ടുപടി. ഗന്ധർവന്റെ കൂടെയാ നമ്മൾ നടക്കുന്നത്. ഹായ് അനിത, നിനക്ക് സുഖമാണോ? സന്തോഷം എങ്ങനെയുണ്ട്? എന്ത് പറയാനാ, 2 ദിവസമായിട്ട് വഴക്കാ. വഴക്കോ? എന്തു പറ്റി? വെള്ളമടിച്ചു. വെള്ളം അടിക്കുന്നൊക്കെ ഒരു പ്രശ്നമാണോ? കല്യാണത്തിന് മുമ്പേ അറിയാലോ സന്തോഷം വെള്ളം അടിക്കുന്ന കാര്യം. അവൻ വെള്ളം അടിക്കുന്നതിന് ഞാൻ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ? എന്നെ കൂട്ടാണ്ട് പോയല്ലേ വെള്ളം അടിച്ചത്. എന്തേ, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ മാത്രം വെള്ളം അടിച്ചാ മതിയോ? ഞങ്ങൾ വെള്ളം അടിക്കണ്ടേ? ഞാൻ അങ്ങനെയൊന്നല്ല പറഞ്ഞത്. എന്റെ സപ്പോർട്ട് നിനക്കാണ്. ഓക്കെ അല്ലേ? ശരി, അതെല്ലാം വിട്. നിന്റെ കാര്യം എന്തായി? ശ്വേത എന്തോ പറഞ്ഞല്ലോ. അത് ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? ശരി, ഓക്കെ. ഏയ്, നീ എന്തോ പറയാൻ വന്നില്ല. ഇപ്പൊ നിന്നത് മിഴിക്കളഞ്ഞേ. സത്യം പറ. അത് പിന്നെ 2 ദിവസമായിട്ട് അവളുടെ വീട്ടുകാർ വിളിക്കുന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അവളോട് ചോദിക്കാതെ അവളുടെ കല്യാണം ഉറപ്പിച്ചു എന്നാ പറഞ്ഞത്. കല്യാണം ഫിക്സ് ചെയ്തു. കണ്ടില്ലേ, ഇതുകൊണ്ടാ ഞാൻ പറയില്ലെന്ന് പറഞ്ഞത്. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അവള് വന്നു കഴിഞ്ഞിട്ട് അവളോട് എല്ലാം ചോദിക്കാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവള് നിന്നെയാണ് ലവ് ചെയ്യുന്നത്. ദേ റിംഗ് അടിക്കുന്നു. ശരി, ഓക്കെ, സമയമായി, ഞാൻ ഇറങ്ങാം. ശരി, ബൈ ബൈ. എടാ കാർത്തിയെ, നിക്കടവിടെ. എന്താ സാർ? മെജസ്റ്റിക് അപ്പാർട്ട്മെന്റ്സ് ഇങ്ങോട്ടോ. അസോസിയേഷന്റെ അസിസ്റ്റന്റ് മാനേജർ. എന്റെ പേര് മാധവന്നായിരുന്നാ. സാർ ഓൾറെഡി 2 എപ്പിസോഡ് കാർത്തി, ഇൻട്രോ തന്നതാണ് സാർ. പിന്നെ എന്തിനാ സാർ? ഞാൻ നിനക്ക് ഒരു നല്ല ഉപദേശം തരാൻ വന്നിരിക്കുക. നിന്റെ വീട്ടിലുള്ള ആ പെൺകുട്ടിയെ നീ പുറത്താക്കണം. ഇങ്ങനെയൊക്കെ ചോദിച്ചാ നീയോ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. ഇത് അസോസിയേഷൻ മീറ്റിംഗിൽ എടുത്ത തീരുമാനം. അവൾ ആരാണ് എന്താണെന്നറിയാൻ ഇനി തുടരാൻ പറ്റില്ല. യു ഹാവ് ടു ടേക്ക് ഹർ ഔട്ട്.
സാർ 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 ഒരു മിനിറ്റ് എന്തടാ? എന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള സമയമായിരിക്കുന്നു സാർ. എന്റെ വീട്ടിൽ താമസിക്കുന്നില്ലേ സ്വാതി? അവളുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി സാർ. അവളൊരു അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ അനാഥ തന്നെടാ. സാർ ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കാം സാർ. അവൾക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല സാർ. ഞങ്ങൾ ഒരുമിച്ചാണ് സാർ പഠിച്ചത്. ഞാനെന്ന് വെച്ചാൽ അവൾക്ക് ജീവന. കഴിഞ്ഞ മാസം അവള് മയങ്ങി വീണു. ചെക്ക് ചെയ്തൊക്കെ മനസ്സിലാവുന്നത് അവൾക്ക് ബ്രെയിൻ ട്യൂമർ ആണ് സാർ. എന്നിട്ട് എന്തായി? ഇനി 3 മാസം കൂടെ ഉള്ളൂ. അവസാന കാലത്ത് എന്റെ കൂടെ താമസിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇരിക്കുന്നത് സാർ. ഇപ്പൊ പുറത്തു പോകാൻ പറഞ്ഞാൽ ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് സാർ? കാർത്തി എന്താടാ ഇത്? ഇതാണ് സാർ സംഭവിച്ചത്. എന്താടാ നിന്റെ പ്രശ്നം? ആ പെൺകുട്ടി നിന്റെ കൂടെ ആ ഫ്ലാറ്റിൽ കഴിയണം, അത്രയല്ലേ ഉള്ളൂ. സാർ. കഴിഞ്ഞോട്ടെ കഴിഞ്ഞോട്ടെ, ചെല്ലടാ ചെല്ല്. എടാ എടാ വിവരമില്ലത്തന്നെ. ഞാനൊരു ഹാർട്ട് പേഷ്യന്റാ. വെയിലത്ത് എത്ര നേരം വെച്ചാ നിക്ക? നീ കഥ നിർത്താതെ പറഞ്ഞോണ്ടിരിക്കാനല്ല. എത്ര നേരം വെച്ചാ ഞാനിങ്ങനെ നിക്ക? അപ്പൊ കുഴപ്പമില്ലല്ലോ. കഴിഞ്ഞോട്ടെ കഴിഞ്ഞോട്ടെ, അവൾ എവിടെ വേണേലും കഴിഞ്ഞോട്ടെ, ഏത് ഫ്ലാറ്റിൽ വേണേലും താമസിച്ചോ. പൊയ്ക്കോ പൊയ്ക്കോ, പോ പോ. പട്ടി കഴിവറ മോനെ, ഇവൻ ആളെ പട്ടിയാക്കണ കേസാ. ആ ഗുരുവായൂരപ്പാ. ഏയ് ശ്വേത, എപ്പോഴാ വന്ന്? മോർണിംഗ് വന്ന്. നീ നേരത്തെ പറയില്ലായിരുന്നു. ഈ മെസ്സേജ് ചെയ്യുന്ന ശീലമൊന്നും ഇല്ലല്ലേ? അതിരിക്കട്ടെ, ഞാൻ നാട്ടിൽ പോയിട്ട് വന്ന് എന്താ വിശേഷം എന്ന് വല്ല ചോദിച്ചോ നീ? എന്തിനാ അതൊക്കെ ചോദിച്ചിട്ട്? നീ സ്വന്തം കാര്യത്തിന് പോയതല്ലേ. എനിക്കെന്തിനാ അതൊക്കെ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ പറ. എനിക്ക് നല്ല ടയർഡ്നെസ് ഉണ്ട്. ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നിട്ട് വൈകുന്നേരം പറയാം. ശ്വേത പറ. പറഞ്ഞിട്ട് പോ. എടി പറഞ്ഞിട്ട് പോടി. എടി ഹായ്. ഹായ് ഡി. അല്ല നീ വീട്ടിൽ പോയതല്ലേ, എന്നിട്ട് എന്തായി? എല്ലാം ഓക്കെയാ. പക്ഷെ അച്ഛനെ അമ്മയെ ഹാൻഡിൽ ചെയ്യുമ്പോഴേക്കും ഞാനൊരു വഴിയായി. ശരി, വീട്ടിലെ പ്രശ്നമൊക്കെ വിട്. നിന്റെ മനസ്സിൽ വേറെ എന്തോ ഉണ്ടല്ലോ. നിനക്ക് ഈ കല്യാണത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ? ഇല്ലടി, ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്? നിനക്ക് കിഷോറിനെ അറിയാവുന്നല്ലേ? എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. ഞങ്ങളുടെ 2 കുടുംബവും ഫാമിലി ഫ്രണ്ട്സാ. ഞങ്ങൾ ഏതൊരു ഫംഗ്ഷന് പോവാണെങ്കിലും ഫെസ്റ്റിവൽസിന് പോവാണെങ്കിലും ഒരുമിച്ച് പോവാറുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് അടുത്തതുകൊണ്ട് അവരത് തെറ്റിദ്ധരിച്ചു. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയില്ല ബ്രോ. അവൻ എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അത് എനിക്കും അറിയാം. എനിക്കും അതുപോലെ തന്നെയാ. ആ കാര്യം അവനും അറിയാം. അവള് നേരിട്ട് പറഞ്ഞില്ല, പക്ഷെ ഞാൻ സ്നേഹിക്കുന്ന കാര്യം ആൾക്കറിയാം. അതെയോ? ഇപ്പൊ അവന്റെ സൈഡിൽ നിന്ന് ക്ലിയറാ. നീ ഓക്കെ പറഞ്ഞാ മതി. ഇന്ന് രാത്രി അവളോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ വിചാരിക്കാം. ഇന്ന് നൈറ്റ്. ഓക്കെ ഓക്കെ. ഏയ് ശ്വേത, എന്താ അത്? ഒരുപാട് ദിവസമായില്ലേ, അതുകൊണ്ടാ. ഞാനിപ്പോ ഒരു കാര്യം പറയാൻ പോവാ. എന്തായാലും നീ അതിനൊരു പാർട്ടി ചോദിക്കും, അതുകൊണ്ട് മുൻപേ റെഡിയാക്കി വെച്ചു. അല്ല, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ കാർത്തിക്? ആ, ഒരുപാട് പറയാനുണ്ട്. എങ്കിൽ പറയ്. ദാ നോക്ക്, 2 പേരുടെ മൈൻഡിൽ ഒരേ കാര്യം തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. ഇതിൽ ആരാണോ ആദ്യം പറയുന്നത് അതാണ് മാറ്റ്. പറ. അല്ല, നീ എന്തിനാ നാട്ടിൽ പോയെ? നാട്ടിലെന്താ പ്രശ്നം? എനിക്കറിയായിരുന്നു നീ ചോദിക്കുമെന്ന്. അന്ന് അമ്മ എന്നെ വിളിച്ചില്ലായിരുന്നോ? എന്റെ കല്യാണ കാര്യം പറഞ്ഞാ ഫോൺ ചെയ്തത്. നാട്ടിലേക്ക് പോയപ്പോ ഞാൻ പോലും അറിയാതെയാ അമ്മ എല്ലാം റെഡിയാക്കിയത്. ഞാൻ പറ്റില്ലെന്ന് അപ്പൊ തന്നെ പറഞ്ഞു. പിന്നെ അച്ഛന് BP ഷൂട്ടപ്പായി, അതുകൊണ്ടാ വരാനൊന്ന് വൈകിയത്. ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ആ, ഓക്കെ ഓക്കെ. ഏയ്, അച്ഛനിപ്പോ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ ഓക്കെ. എന്നെ നിനക്ക് ഇഷ്ടമാണോ? ആ, ഇഷ്ടമാണല്ലോ. ഇഷ്ടാന്ന് വെച്ചാ? ഇഷ്ടാണെന്ന് വെച്ചാ ഒരുപാട് ഇഷ്ടമാണ്. എത്ര ഇഷ്ടാണ്? ഏയ്, ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ചോദിക്കുന്നതിന് മറുപടി പറ. അത് പിന്നെ ലൈഫ് ലോങ് നിന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഒരു ചെറിയ ആഗ്രഹമുണ്ട് എനിക്ക്. മാരേജ് ചെയ്തോണ്ടോ അതോ ചെയ്യാണ്ടോ? കല്യാണം കഴിച്ചെന്നെ. ഓക്കെ, നമുക്ക്
നമുക്ക് കുറച്ചു കാലത്തേക്ക് ലിവിങ് ടുഗദർ ആക്കിയ പോരെ? പിന്നെ നമ്മൾ റെഡി ആവുമ്പോ കല്യാണം കഴിക്കാം. കാർത്തിക്, നിനക്ക് എന്നോട് ലവ് ആണോ ലസ്റ്റ് ആണോ? ലവ് തന്നെയാ. എന്തേ? അപ്പൊ പിന്നെ എന്തിനാ അന്ന് ഞാൻ മഴ നനഞ്ഞു വന്നപ്പോ എന്നെ അങ്ങനെ നോക്കിയത്? അന്ന് നിന്നെ കാണാൻ കുറച്ച് ഹോട്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ നോക്കിയേ. ആക്ച്വലി ലവിലും ലസ്റ്റും ഉണ്ടാവുമല്ലോ. ശ്വേത, ഒരു സംശയം. അറിയാ നീ ചോദിക്കുമെന്ന്, പറ. അല്ല, ഈ ലിവിങ് ടുഗദർ എന്ന് വെച്ചാൽ അതാണോ? നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ജോലി ചെയ്യുന്നു. കാർത്തിക്, ഹലോ ബ്രോ. അല്ല ഇന്ന് എന്ത് ഡേ ആണെന്ന് പറ. ഇൻഡിപെൻഡൻസ് ഡേ ആണോ? നോ, 9th ബർത്ത്ഡേ. അതൊന്നും അല്ലടേ. ഇന്ന് സാറ്റർഡേ. ബാറ്, ഹോട്ട്, ബിയർ. ഇത് എപ്പോ നോക്കിയാലും പാർട്ടി ആണല്ലോ. ലൈഫിൽ സമ്പാദിക്കൊന്നും വേണ്ടേ? സമ്പാദിക്കാനോ? എടാ, എന്നും വീട്ടിൽ പോകുമ്പോ അവിടുത്തെ പ്രശ്നങ്ങള്, ഓഫീസിൽ വന്നാ ഇവിടുത്തെ പ്രശ്നങ്ങള്, ശനിയാഴ്ച ഈവനിങ് ആകുമ്പോഴാ ഒരു ഓളം ഉണ്ടാവുന്നേ. അത് നിനക്ക് ഇഷ്ടമല്ലേ? എന്തിനങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നേ? ബ്രോ പറയുന്നതൊക്കെ ഓക്കെ, എന്നെ തന്നെ നോക്കിയേ. ഞാനൊരു ബാച്ചിലർ. അത് എല്ലാവർക്കും അറിയാവുന്നവരല്ലേ. ഞാൻ നാളെ തന്നെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവൾക്ക് വേണ്ടി കുറച്ച് ഞാൻ സേവ് ചെയ്യണ്ടേ? കാർ വാങ്ങണം, വീട് വാങ്ങണം. അതിന് EMI ഉണ്ടല്ലോ. അതൊക്കെ ശരിയാണ്. പക്ഷെ എല്ലാ ആഴ്ചയും തന്റെ കൂടെ ബിയർ അടിക്കാണ് ഞാൻ എവിടെ നിയമം കേട്ടാനാ? മനസ്സിലാക്കാതെ വർത്താനം പറയുന്നുണ്ടാ. എടാ കാർത്തി, ഞാൻ നിന്നോട് ഇപ്പൊ എന്താ ചോദിച്ചേ? വെള്ളം അടിക്കാൻ വരുന്നുണ്ടോന്നല്ലേ ചോദിച്ചേ? വരാം, വരുന്നില്ല, രണ്ടിലേതെങ്കിലും ഒന്ന് പറഞ്ഞാ പോരെ. അതല്ലാതെ വെറുതെ ഓരോ ഫിലോസഫിയും പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ല മോനെ, നീ ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ടൈപ്പ് അല്ലല്ലോ. എന്താണ് ഒരു മാറ്റം? ഡാ, മര്യാദക്ക് സത്യം പറഞ്ഞു. അല്ല, എന്തോ ഒന്നുണ്ട്. ഇനി മുതൽ നമ്മൾ ബഡ്ജറ്റ് ഇടണം. എല്ലാ ദിവസത്തെ ചെലവും നോട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? മനസ്സിലായോ? എന്താടാ ഇത്? നീ ഉണ്ടാക്കുന്ന കാശിന്ന് 1 രൂപ പോലും നീ സേവ് ചെയ്യാറില്ല. അത് പിന്നെ അല്ല, ഇതെന്താ ഡെബിറ്റ് കാർഡിന് ഒരു 5000 എടുത്തിട്ടുണ്ടല്ലോ? കഴിഞ്ഞ ആഴ്ച പബ്ബിൽ പോയില്ലേ? ഓ ശ്വേത, ഒരു ഐഡിയ. നമ്മളെ സ്റ്റാർട്ടിംഗിൽ ലീസിന് ഒരു വീട് എടുക്കാം. ഓക്കെ, എന്നിട്ട് കാശ് സേവ് ചെയ്യാം. ആഫ്റ്റർ മാരേജ് ഫ്ലാറ്റ് വാങ്ങിക്കാം. ഓക്കെ, നോക്കാം. ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്ന് മുതൽ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുന്നത് കട്ട്. നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം. എപ്പോഴെങ്കിലും ഒരു തവണ വേണമെങ്കിൽ പുറത്തു പോയി കഴിക്കാം. സൂപ്പർ. വീട് വൃത്തിയാക്കാനും പാത്രമൊക്കെ കഴുകാനും ആളെ നോക്കിയായിരുന്നോ? അടുത്ത വീട്ടിലെ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗുഡ് ബോയ്. ഈ ഗുഡ് ബോയ്ക്ക് എന്തെങ്കിലും തരാലോ? ആഗ്രഹം മനസ്സിൽ വെച്ചാ മതി. അത് ശരി, തന്നെ ഞാൻ രാത്രി നോക്കിക്കോളാം. കൺഗ്രാറ്റ്സ്. ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് കടന്നു വന്ന മദ്യം മാത്രമല്ല, സ്വന്തം ബന്ധം, സ്നേഹം, ഫ്രണ്ട്ഷിപ്പ് എക്സെട്ര എല്ലാം കട്ട് ചെയ്യേണ്ടി വരും. അത് മൈൻഡിലിരിക്കട്ടെ. ബൈ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നേരത്തെ എഴുന്നേറ്റോ? അതെ. സൺഡേ അല്ലേ ഇന്ന്? സൺഡേ എന്ന് വെച്ചാൽ അങ്ങോട്ട് പോവാം. ബീച്ച് അല്ല, മോള്, അല്ലെങ്കിൽ ലോങ് ഡ്രൈവ് എവിടേക്കെങ്കിലും പോയാലോ? വേണ്ട, അതൊക്കെ ബോറാ. നിന്റെ അച്ഛന്റെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോ. അമ്മ അച്ഛനെ കാണാനോ? ഇപ്പൊ എന്തിനാ പെട്ടെന്ന്? അത് ഇത്രയും ദിവസം അവരുടെ വോയിസ് ഫോണിലല്ലേ കേട്ടിട്ടുള്ളൂ, നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാ. മാത്രമല്ല, ഇത്ര ബുദ്ധിയുള്ള ഒരാളുടെ അച്ഛനും അമ്മയെ എങ്ങനെ കാണാതിരിക്കാനാ? എന്തു പറയുന്നു? അതൊക്കെ ശരി, പക്ഷെ നിന്നെ കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞില്ലല്ലോ. എന്നെ കുറിച്ച് അറിഞ്ഞിട്ട് കൊണ്ടുപോകുന്നതിൽ എന്താ രസമുള്ളത്? പറയാതെ കൊണ്ടുപോ. അവരുടെ റിയാക്ഷൻ എന്താന്ന് എനിക്ക് കാണാലോ. ശരി, അപ്പൊ നീ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഞാൻ അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് എന്തിനാണ് ചെല്ലെന്റെ ബോസേ. காதலின் தீபம் ஒன்று ஏற்றினாளே நெஞ்சில், ஊடலில் வந்த சொந்தம், ஊடலில் தந்த இன்பம், மயக்கம் என்ன காதல் வாழ்க. ஆசையை காத்தில் தூது விட்டே, டிங் சக்க 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 டிங் சக்க சக்க. വാവ്, സൂപ്പർ. മോനെ കാർത്തികേ, എപ്പോഴാടാ വന്നേ? നിങ്ങളുടെ പാട്ട് തുടങ്ങിയില്ലേ? അപ്പൊ തന്നെ ഞാൻ വന്നു.
നല്ല സമയത്താ വന്നത്. ഡാ, ഏതാടേ പെങ്കൊച്ച്? ഇത് ഓഫീസിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയാ. പേര് ശ്വേത. ശ്വേത, ഇതാണ് എന്റെ അമ്മ. ഹായ് ആന്റി. ഹായ് മോളെ. പിന്നെ ഇതായി നിൽക്കുന്നത് എന്റെ അച്ഛൻ. ഹായ് അങ്കിൾ. അതെന്താ രജനികണ്ണൻ? അങ്കിൾ രജനികാന്തിന്റെ ഫാനാ? രജനീകാന്തിന്റെ ഫാൻ ആണെന്നോ? നീ എന്ത് ചോദ്യം ചോദിച്ചേ? ഞങ്ങളുടെ ഏരിയയിൽ ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതിൽ വലിയ പുള്ളിയാണ് ഇദ്ദേഹം. ഭയങ്കര സംഭവമാണ്. പുള്ളിക്കാരൻ എപ്പോഴാ തുടങ്ങിയെന്നറിയോ? 80s പക്ഷെ അങ്കിളിനെ കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ. ഭയങ്കര സിമ്പിൾ ആയിട്ടാ തോന്നുന്നത്. എന്താ മോളെ ഇങ്ങനെ പറയുന്നേ? അങ്കിളുടെ സ്റ്റൈലേ 25 വർഷം മുമ്പേ നീ കണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, സൈക്കിള് ചവിട്ടിക്കൊണ്ട് പോകുമ്പോഴേ പെമ്പിള്ളാർ ഓടി വന്ന് നോക്കുമായിരുന്നു. അമ്മ പ്ലീസ് അമ്മ, നമ്മുടെ ലവ് സ്റ്റോറി ആരംഭിക്കില്ല. ഞാൻ 1,00,000 തവണ കേട്ടത്. പ്ലീസ് വേണ്ട. കാർത്തിക്, നീ കേട്ടതല്ല, ഞാൻ കേട്ടിട്ടില്ല. ആന്റി പറയാൻ തുടങ്ങിക്കോ. 1989 ദീപാവലിക്ക് മാപ്പിളപ്പടം റിലീസായി. എന്തോ ഒരു തിരക്കായിരുന്നു. ഞാനും എന്റെ ഫ്രണ്ട്സും ക്യൂല് നിൽക്കുമായിരുന്നു. മറുവശത്താണെങ്കി ഭയങ്കര ശബ്ദം. എല്ലാവരും എത്തി എത്തി നോക്കുന്നു. അവിടെ ഒരാള് രജനിയെ പോലെ മുടിയൊക്കെ ചീവി അതേ ഡ്രസ്സും ഇട്ടോണ്ട് അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു. ആരാ? എല്ലാം നിന്റെ അങ്കിള് തന്നെ. അവിടെ നിന്ന് രജനിയെ പോലെ ഡാൻസ് കളിച്ച് എന്നെ ഒരു നോട്ടം നോക്കിയത് ദൈവമേ. അന്ന് വീണതാ ഞാൻ. അയ്യോ ആന്റി, ആന്റി പറയുന്ന കേട്ട നമുക്കൊരു സിനിമ തന്നെ എടുക്കാൻ തോന്നുന്നു. ഒരുപാട് കഥകളുണ്ട്, പിന്നെ പറയാം. ശ്വേതേ, ഇവനുണ്ടല്ലോ, ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഇതുവരെ ആരും വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. ആദ്യമായിട്ട് മോളെയാ കൊണ്ടുവരുന്നത്. ഇവന്റെ കല്യാണം കഴിഞ്ഞാ പിന്നെ ഞാനും ഇദ്ദേഹം ഒരു വേൾഡ് ടൂറിന് പോവും. ഇവനാണെങ്കിൽ കല്യാണത്തിനും സമ്മതിക്കുന്നില്ല, പെണ്ണ് കാണലിനും സമ്മതിക്കുന്നില്ല. മോളെ, ഞാൻ വിളിക്കുമ്പോഴെല്ലാം എന്തെങ്കിലും ഒരു ഒഴിവുകേട് ഇവൻ പറയും. പക്ഷെ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അവൻ ഓഫീസിൽ ആരെങ്കിലും ഇഷ്ടമാണോ? ആരെങ്കിലും പ്രേമിക്കാൻ ഞാനും അവനോട് പറഞ്ഞതാ. കേട്ടിട്ട് വേണ്ടേ? മതി നമുക്ക് പിന്നെ സംസാരിക്കാം. ട്രെയിന് സമയം ഞങ്ങൾ പുറപ്പെടുക. എന്നാ ഇറങ്ങട്ടെ അമ്മ, ഞങ്ങൾ ഇറങ്ങാം. അച്ഛാ ബൈ. ബൈ അങ്കിൾ. ബൈ ആന്റി. ശ്വേത, ഒന്ന് നിന്നെ മോളെ. രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. കുങ്കുമം തൊട്ടു കൊടുക്ക്. മോനും തൊട്ടു കൊടുക്ക്. ശരി, മതി ഞങ്ങൾ ഇറങ്ങാം. ബൈ. ശരി. ബൈ ആന്റി. ആ, ബൈ ബൈ, അങ്കിൾ. ബൈ. അതെ, എനിക്കൊരു സംശയമുണ്ട്. എനിക്കും അത് തന്നെയാ തോന്നുന്നേ. നിന്റെ അമ്മ അത്രയും പറയുന്നില്ലേ കല്യാണം കഴിക്കാൻ? അതൊക്കെ കഴിക്കാം. പക്ഷെ കഴിക്കേണ്ട ആളോ ഓക്കെ പറയുകയാണെങ്കിൽ കഴിക്കാലോ. അതിനാണ് വെയിറ്റിംഗ്. ഓക്കെ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അതറിഞ്ഞിട്ട് പറഞ്ഞോളാം. ഹായ് അശോക്. ഹായ് ശ്വേത, നീ എന്താ ചെയ്യുന്നത് ഇവിടെ? How are you? എന്ത് ചെയ്യുന്നു ചെന്നൈയില്? അല്ല, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാനിവിടെ മ്യൂസിക് ആൽബം ചെയ്തോണ്ടിരിക്കുക. ഡയറക്റ്റ് ചെയ്യുന്നത് ഞാനാണ്, സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ഞാനാണ്, മ്യൂസിക് ചെയ്യുന്നത് ഞാനാണ്, ഓവറോളായിട്ട് ഞാനാ എല്ലാം ചെയ്യുന്നത്. ഞാനൊരു ഹീറോയിന് വേണ്ടി. ശ്വേത, നീ ഹീറോയിനായിട്ട് അഭിനയിക്കാമല്ലോ. യു ആർ ലുക്കിംഗ് വെരി ഹോട്ട് ആൻഡ് സെക്സി. എനിക്ക് ആക്ടിംഗ് ഒന്നും സെറ്റ് ആവില്ല. അതിൽ തീരെ ഇൻട്രസ്റ്റും ഇല്ല. ഓക്കെ, സാർ ആരാണ്? സോറി, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിട്ടുപോയി. ഇതെന്റെ ബോയ് ഫ്രണ്ട് കാർത്തിക്. കാർത്തിക്, ഇത് അശോക്. എന്റെ കൂടെ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്ത ആളാ. എന്റെ ഫ്രണ്ടാ. ഹായ്. പിന്നെ എവിടെയാണ് ജോലിയൊക്കെ? ഒരു ആഡ് ഏജൻസിയിൽ ടീം ലീഡർ ആയിരിക്കാണ്. എന്റെ ബ്രോ, ഈ 9 to 6 വർക്ക് ഒന്നും നമുക്ക് സെറ്റ് ആകുന്ന കാര്യമേ അല്ല. ഓ, സമ്മതിക്കുന്നു. ഇവൻ എപ്പോഴും ഇങ്ങനെയാ. ഓഫീസിലുള്ളപ്പോ പോലും പാട്ടും പാടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. പോരാത്തതിന് ആൾക്ക് ഒരുപാട് ഗേൾസ് ഫാൻസും ഉണ്ട് കേട്ടോ. ഞാനും ഇവന്റെ സോങ്ങിന് ഒരുപാട് അഡിക്റ്റ് ആണ്. എപ്പോഴും കേട്ടോണ്ടിരിക്കും. ആൾ അസലായിട്ട് പാടും. ഓക്കെ, ഇദ്ദേഹം എങ്ങനെ? ഇദ്ദേഹത്തെ നമുക്ക് ഹീറോ ആക്കാമല്ലോ. ഹലോ ബ്രോ, വെറുതെ പറഞ്ഞതാ. വെറുതെ അങ്ങനെ.
ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു അല്ലേ? പിന്നെ നരേഷ് ഉണ്ടല്ലോ, ഞാൻ ഓഫീസിൽ എങ്ങനെയാണോ കണ്ടത് ഇപ്പോഴും അതുപോലെ തന്നെയാള്. പണ്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കറങ്ങിയിട്ടുള്ളതാ. അല്ല, നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഡേ? ആ കുഴപ്പമില്ല. നീ എന്താ ഡല്ലായിരിക്കുന്നെ? ആരുടല്ലോ? എനിക്ക് കുഴപ്പമില്ല. എന്താടാ, എന്താണെങ്കിലും എന്നോട് പറ. അല്ല, ആരത്? ആര്? ഇന്ന് റെസ്റ്റോറന്റിൽ കണ്ടില്ലേ ആകാശണ്ടി തലയൻ? അത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, എന്റെ ഓഫീസ് മേറ്റ് ആണെന്ന്. എനിക്ക് അവൻ ഒട്ടും ഇഷ്ടമായില്ല. ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ? അവൻ ആള് ശരിയില്ലെന്ന് തോന്നുന്നു. അവന് തൊടാതെ സംസാരിക്കാൻ അറിയില്ല. നീ ഹായ് പറഞ്ഞ് ബായ് പറയുന്നവരോ നിന്റെ മേത്ത് തൊട്ടോണ്ടിരിക്കായിരുന്നു. കാർത്തിക്, സ്റ്റോപ്പ് ഇറ്റ്. നീ എല്ലാ ആണുങ്ങളെ പോലെ തന്നെയല്ലേ? ഇതിലെന്താ കുഴപ്പം? എനിക്കൊരു കാര്യം ഇഷ്ടപ്പെടില്ല, നിന്റെ അടുത്ത് ഷെയർ ചെയ്തു. ഇതിലെന്താ തെറ്റുള്ളത്? അവൻ എന്റെ ഫ്രണ്ടാ. ആയിക്കോട്ടെ, അതിന് എപ്പോ നോക്കിയാലും നിന്നെ തൊട്ടുരുമിക്കൊണ്ടിരിക്കണോ? മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? ദയവ് ഇതൊന്ന് ഇവിടുന്ന് പോ. ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. ഓ, ഇത് നിന്റെ വീടാണല്ലോ. ശ്വേത, 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 നീ ഇത് വലിയ കാര്യമാക്കില്ല പ്ലീസ്. പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് വഷളാക്കലെന്ന് പറഞ്ഞ? ഇപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ തെറ്റ് ചെയ്ത് നീ ഒരു തെറ്റും ചെയ്തില്ലെന്നാണോ? ഇതാണ് നീ. ഇതോണ്ടാ ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും സെറ്റ് ആവില്ലാന്ന്. കാർത്തിക്, ഞാനൊരു കാര്യം പറയട്ടെ. നിനക്കൊക്കെ ഏതൊരു റിലേഷൻഷിപ്പും ഒരിക്കലും സെറ്റ് ആവില്ല. ഒരു കാര്യം പറയട്ടെ, നീ ഈ ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുകയാണെങ്കിൽ നിനക്ക് ഒരു ജന്മത്തും ഒന്നും സെറ്റ് ആവാനേ പോകുന്നില്ല. ഇതിനെയാ പറയുന്ന മെയിൽ ഡോമിനേഷൻ എന്ന്. നീ എനിക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ട ആവശ്യമില്ല. ഞാൻ എന്താന്ന് എനിക്കറിയാം. നീ ആദ്യം നിന്നെ കുറിച്ച് മനസ്സിലാക്ക്. ഞാൻ കറക്റ്റായിട്ടാ ഇരിക്കുന്നത്, പക്ഷെ നീ ആ തെറ്റ് ചെയ്തിട്ട് എന്തിനാ ശരിയാണെന്ന് ആവശ്യമില്ലാതെ നമുക്കിടയിൽ ആർഗ്യുമെന്റ്സ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ നമ്മൾ തമ്മിൽ സെറ്റ് ആവില്ല എന്ന്. അതന്നെയല്ലേ ഞാനും പറഞ്ഞു, നിനക്കും എനിക്ക് സെറ്റ് ആ, ആവുന്നു. താങ്ക്സ്. ശ്വേത, ശ്വേത, For next 2 months, you will shift it to Vadakad branch. ആ ചോപ്ര ഉണ്ടല്ലോ, അയാളെന്തോ മെഡിക്കൽ ലീവ് പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. So he is not there. So you will be there as a marketing in charge. സർ, കൃഷ്ണ ഉള്ളപ്പോ ഞാൻ എന്തിനാ സർ? ഇദ്ദേഹം പോരെ? ഇവന് ഒരുപാട് ജോലിയുണ്ട്. I know that. നീ തന്നെ പോയാൽ മതി. എന്താ നീ ശ്വേതയോട് വർക്ക് ചെയ്യത്തില്ലേ? സാർ, ഇവനും ശ്വേതയും ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്നാ ഇവന്റെ ആഗ്രഹം. Go man, go get the girl. Be positive. എന്താ കൃഷ്ണ, ഇവനെന്ത് പറ്റി? സാർ, ബ്രേക്കപ്പ് ആയിട്ട് ഇപ്പൊ 1 മാസമായി. ആ, ഇവനും സംസാരിക്കുന്നില്ല, അവൾ ഇങ്ങോട്ട് സംസാരിക്കുന്നു. ഓ. ഇതിനിടയ്ക്ക് ശ്വേതയ്ക്ക് ഒരു കല്യാണം ആലോചിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അയ്യോ. ഉം. ഹേയ് കം ഓൺ മാൻ, നീ ഷാറുഖ് ഖാന്റെ പടമൊന്നും കാണാറില്ലേ? പടം തുടങ്ങുന്ന സമയത്ത് ഹീറോയിന്റെ മാരേജ് ഫിക്സ് ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഹീറോ പെണ്ണിന്റെ മനസ്സ് മാറ്റി ക്ലൈമാക്സ് സമയത്ത് പെണ്ണിനെ തട്ടിക്കൊണ്ടെങ്കിൽ പോലും. ലവ് എന്ന് പറയുന്നത് അതാണ്. ഒരു ഫയർ ഒക്കെ വേണോടാ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്വപ്ന എന്നൊരു പെണ്ണുണ്ടായിരുന്നു. നല്ല സുന്ദരിയൊരു പെണ്ണ. അവളുടെ പുറകെയായിരുന്നു ആമ്പിള്ളേരെല്ലാവരും. അവൾക്ക് ഇൻഫാക്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചായിരുന്നു. പക്ഷേ ഞാൻ അകത്ത് കയറി അങ്ങനെ തന്നെ അവളെ തട്ടിക്കൊണ്ടെങ്കി പോന്നു. എന്നൊക്കെ എന്റെ പുറകെ എത്ര പെണ്ണുകളെ നടന്നറിയോ? എടാ, നിന്റെയൊക്കെ പ്രേമത്തിന് ഹെൽപ്പ് ചെയ്യാൻ ഞാൻ വേണം. പക്ഷെ എന്റെ ലവ് സ്റ്റോറി കേൾക്കാൻ നിനക്ക് താല്പര്യമില്ല അല്ലേ? പോടാ, ഗെറ്റ് ലോസ്റ്റ് മാൻ. സർ, താങ്ക് യു സർ. പോ, ഇറങ്ങിപ്പോ. ഇതിലും ഭേദം സീരിയല് കാണുന്നതാ. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സമയം വളരെ കുറവാണ്. ഫസ്റ്റ് പ്രിന്റ് മീഡിയ ആടിനാട്ടെ നമ്മൾ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലപോലെ ചെയ്യുകയാണെങ്കിൽ കോർപ്പറേറ്റ് ഫിലിംസ് പോലും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കിട്ടിയേക്കാം. ക്ലയന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ചെയിൻ ഓഫ് ഹോട്ടൽസ് ഇൻ ഇന്ത്യ. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് പറയൂ. അതുകൊണ്ട് നമ്മളിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആഡ്സ് ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലയന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതാണ്. ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് ഓക്കെ. They having 40 hotels and 22 resorts in all over India. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയൂ. കാർത്തിക്, എന്തെങ്കിലും യൂണിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ പറയൂ. കാർത്തിക്, കാർത്തിക്, നിന്നെ തന്നെയാണ്. നിന്നോടാണ് ചോദിച്ചത്.
Yeah, sir. Actually, Blue Diamond Hotel is a very big chain of hotels, sir. ആക്ച്വലി അവരെങ്ങനെ കറക്റ്റ് ഐം സോറി അവരെങ്ങനെ ബീറ്റ് ചെയ്യാന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സർ. അരുണിന്റെ ആഡ് ഏജൻസിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരാണ് ആഡ് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഐ എം തിങ്കിങ് ഇസ് ദാറ്റ് ഹൗ ടു ക്രാക്ക് ദിയർ ഡീൽ. നമ്മൾ പോയാൽ നമ്മൾ തീർച്ചയായിട്ടും ജയിക്കും സാർ. യാ, ഈ പ്രോജക്റ്റ് ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് മന്തിൽ ഗോവയിൽ പോകും. ഓക്കെ, ഭാഗ്യം വിശ്വസിച്ചു. ശരി പൊയ്ക്കോളൂ. കാർത്തിക്, നീ എവിടെ ഇരിക്കേ? എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എന്താ ചോദിക്കാൻ പോകുന്നത്? എന്താ കാർത്തിക്, ശ്വേതയ്ക്കും നിനക്കും തമ്മിൽ? എനിക്കും ശ്വേതയ്ക്കും എന്താ? അല്ല, മീറ്റിങ്ങിന്റെ സമയത്ത് ശ്വേത നിന്നെ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ആണോ? അവൾ ആദ്യം നിന്നെ നോക്കിയിരുന്നു, പക്ഷെ നീ അത് കണ്ടില്ല. അത് ഞാൻ കണ്ടു. പിന്നെ നീ അവളെ നോക്കിക്കൊണ്ടിരുന്നു, അത് അവള് കണ്ടില്ല. അതും ഞാൻ കണ്ടു. അതുകൊണ്ടാ ചോദിച്ചേ, ശ്വേതയും നീയും തമ്മിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രോജക്റ്റ് നോക്കിയില്ല, ഞങ്ങളെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതെ, ഇങ്ങനെ രണ്ടുപേരും ഓപ്പണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നാലേ ഞാൻ പിന്നെ എങ്ങനെയാണ് പ്രോജക്റ്റ് പറയുന്നത്? സാർ, സാറിനെ രാവിലെ തൊട്ട് MD അന്വേഷിക്കുന്നുണ്ടായിരുന്നു സാർ. MD അന്വേഷിക്കുന്നു? അതെ. രാവിലെ മുതൽ അയാൾ എന്നോട് നല്ല ദേഷ്യത്തിലാണ്. അത് അവരുടെ മോന് ലോ കോളേജിൽ ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെപ്പറ്റി എന്നോട് ചോദിച്ചു. ലോ കോളേജിൽ പോയി പഠിക്കാൻ ഒരുപാട് കാശ് ചെലവാകുമല്ലേന്നും പറഞ്ഞു. അത്രയൊന്നും ആവില്ല സാർ, ഇവിടുന്ന് ഓട്ടോക്കാരൻ 40 രൂപ ചോദിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതിന് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞു. സാറേ, സാറിന് പോയി തരും. ഇതിന് നീ അതെന്ന് പറയുന്നത്? ഞാനത് എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു? സാറേ, സാറിന് പെട്ടെന്ന് പോ. സാറിന് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അയ്യോ, ഇപ്പൊ എന്തിനാ വിളിക്കുന്ന അറിയില്ലല്ലോ. ഒരുപക്ഷെ ഊബറിന്റെ റേറ്റ് എന്താണെന്ന് ചോദിക്കാനായിരിക്കും. സാർ, 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 ഇങ്ങോട്ട് വന്നേ. വരൂ സാർ, കമോൺ. എന്താ സാർ, സാറൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്താടാ? ഒന്നുമില്ല. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് അവളുടെ അടുത്തേക്ക് പോയിട്ട് എന്നെ അങ്ങോട്ടേക്ക് വിളിക്കേ. നീ എന്റെ അടുത്ത് തന്നെയല്ലേ, പിന്നെ ഞാനതിന് അവിടെ ചെന്നിട്ട് വിളിക്കുന്നത്? സാർ, ഒരു കാര്യമുണ്ട് സാർ, മനസ്സിലാക്ക്. അവിടെ പോയിട്ട് ഒന്ന് വിളിക്കേ. ഓ, മനസ്സിലായി. ഞാൻ അവിടെ പോയിട്ട് വിളിക്കണം അല്ലേ? ഇവിടെ ഓക്കെയാണോ? ഓക്കെ സാർ, വിളിക്ക് സാർ. വിളിക്കട്ടെ? സാർ ഒന്ന് പെട്ടെന്ന് വിളിക്ക്. എന്താ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്? ഒരൊറ്റ വീഴ്ചൊന്നുണ്ടല്ലോ. കാർത്തിക്, പറഞ്ഞോളൂ സാർ. ഇങ്ങോട്ട് വന്നേ. അതാ വരുന്നു സാർ. പറയൂ സാർ. നീയല്ലേ എന്നോട് വിളിക്കാൻ പറഞ്ഞത്? സാർ, പ്രോജക്റ്റിന്റെ കാര്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞില്ല. പ്രോജക്റ്റിന്റെ കാര്യം? സാർ റൂമിലേക്ക് പോ സാർ, ഞാൻ വരാം. സാർ ഒന്ന് പോ. ഞാൻ പോ സാറേ. പ്രോജക്റ്റിന്റെ കാര്യം സംസാരിക്കണം പറഞ്ഞത്. ഒരു കുത്തൊന്നുണ്ടോ എന്നോട് വിളിക്കാൻ പറഞ്ഞില്ല. ശ്വേത, ഈ ഓൾഡ് പ്രോജക്റ്റിന്റെ ഡിസൈൻസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ശ്വേത, ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണം. സമയമുണ്ടോ? പറഞ്ഞോ. ആക്ച്വലി അന്ന് ഞാൻ ചെയ്തത് തെറ്റാണ്, അറിയാതെ ചെയ്തതാ. കാർത്തിക്, പ്രോജക്റ്റിന്റെ കാര്യം വല്ലതുമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. പേഴ്സണലായിട്ട് ഒന്നും വേണ്ട. എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമാണ് ശ്വേത. അത് ഞാൻ അന്ന് കണ്ടതാ. ആക്ച്വലി അത് പിന്നെ പ്ലീസ്. കാർത്തിക്, ഇന്ന് ഈവനിങ് നീ ഫ്രീ ആണോ? ഫ്രീ ആണല്ലോ. എനിക്ക് നിന്നോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണം. ഓക്കെ. കാർത്തിക്, ഞാൻ ഒരുപാട് ആലോചിച്ചു നോക്കി. നീ ഞാൻ ഒരിക്കലും സെറ്റ് ആവില്ല. നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം. അല്ല ശ്വേത, ഞാൻ എന്നോടൊന്നും പറയണ്ട. ഞാൻ നേരത്തെ ഇതൊക്കെ പറഞ്ഞതാണല്ലോ. എനിക്ക് ഈ കല്യാണത്തിലൊന്നും തീരെ താല്പര്യമില്ലെന്ന്. ഒക്കെ നിന്നെ കണ്ടതിന് ശേഷം മാറിയതൊന്നും. ഇന്നത് നീ തന്നെ ഇല്ലാണ്ടാക്കിയത്. ട്രസ്റ്റ്, ലവ്, അത് ഇതൊന്നും പറഞ്ഞു. പക്ഷെ ഒരു കാര്യം കാർത്തിക്, ഈ 3 മാസം നമ്മൾ ഇടപഴകിയതിൽ ഒരു കാര്യം എനിക്ക് നന്നായി മനസ്സിലായി. നിനക്കും എനിക്കും സെറ്റ് ആകുകയില്ല. ലെറ്റ്സ് ബ്രേക്കപ്പ്.
ഹലോ, ഉം. എന്താണാവോ ചിന്തിക്കുന്നേ? ഏയ് അങ്ങനെയൊന്നുമില്ലല്ലോ. നീയും ശ്വേതയും തമ്മിൽ എന്താ നടക്കുന്നത്? ആ, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ. ഉം? ഉം. അഭിനയിക്കല്ലേ? നിനക്ക് അവളെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അങ്ങനെ നോക്കുന്നേ? ചെറുതായിട്ട്. സൂപ്പർ ഡാ. എനിക്ക് തോന്നേ അവൾക്കും നിന്നോട് ഇഷ്ടമുണ്ടെന്നാ. സീരിയസ് ആയിട്ടോ? ഉം. പക്ഷെ എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ലല്ലോ. അതുണ്ടായിരുന്നെങ്കിൽ നീ വേറെ ഏതെങ്കിലും പെണ്ണെ നോക്കി വളയ്ക്കത്തില്ലായിരുന്നോ? ഏയ് ഉം. മര്യാദയ്ക്ക് വരുന്നെങ്കിലും പറ. ശരി, ഓക്കെ. അവൾക്ക് നിന്നോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പ്രൂവ് ചെയ്യട്ടെ. എങ്ങനെ? നീ എന്നോട് മാത്രം ബായ് പറഞ്ഞിട്ട് ഇറങ്ങാം. അവള് തീർച്ചയായിട്ടും തിരിഞ്ഞു നോക്കും. അങ്ങനെ നോക്കി അവൾക്ക് നിന്നോട് ലവ് ഉണ്ട്. ഓക്കെ? സൂപ്പർ. Okay. ഓക്കെ ഓക്കെ സൂപ്പർ. അനിത ആ, ബൈ ബൈ ബൈ. ബൈ ബൈ. 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 എടാ കാർത്തികേ, ലവ് എന്ന് പറഞ്ഞാ ഈ ലോകത്തില് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഒരിക്കലും സെറ്റാവില്ല. എന്താണെന്നറിയോ? ബോയ്സ് ഒരു പ്രശ്നം കൈകാര്യം ചെയ്യുന്ന ഒരു തരത്തിലായിരിക്കും, ഗേൾസ് കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു തരത്തിലായിരിക്കും. അതായത് അതികായനായ സീസർ തന്നെ ക്ലിയോപാട്ര മുമ്പിൽ മുട്ടുമടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് നിന്റെ ലവറുടെ കാൽക്കൽ സാഷ്ടാംഗം വീണ് അവള് പറയുന്നതെല്ലാം അതേപടി അനുസരിക്ക്. അപ്പൊ അവള് ക്ഷമിച്ചോളൂ. ഈ ഒരു ഫോർമാറ്റ് നീ മെയിൻറ്റെയിൻ ചെയ്താലുണ്ടല്ലോ, ആ ഒരു പെണ്ണിനെ മാത്രമല്ല ലോകത്തുള്ള ഏത് പെണ്ണിനെ നിനക്ക് വളയ്ക്കാൻ പറ്റും. മനസ്സിലായോ? അത് മനസ്സിൽ വെച്ചിട്ട് അടിക്ക്. വെറുതെ ആലോചിച്ചിട്ട് കാര്യമില്ല, പ്രവർത്തിക്കണം. അപ്പോഴേ വർക്കൗട്ട് ആവൂ. കേട്ടോ? Thank you. എന്തായാലും അവനോട് ഇത്രയും ഹാർഷായിട്ട് പെരുമാറേണ്ടിയില്ലായിരുന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ? ദേ നോക്കിയേ, എനിക്ക് കാർത്തിക്കിനെ ഒരുപാട് വർഷമായിട്ട് അറിയാം. അവൻ വേണമെന്ന് വെച്ച് അങ്ങനെ സംസാരിച്ചതല്ല. നിന്നോടുള്ള പൊസസീവ്നെസ് കാരണം കൊണ്ടും ആകാം. എനിക്ക് നിന്റെ ക്യാരക്ടറും അറിയാം, കാർത്തിക്കിന്റെ ക്യാരക്ടറും അറിയാം. ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരുമാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഇന്നലെ കണ്ട ഇവന് വേണ്ടി ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് വഴക്കിട്ടു. എന്നിട്ട് എത്ര പെട്ടെന്ന് അവൻ എന്നെ വിട്ട് അകന്നു പോയത്. ഇവന്റെ കൂടെ എങ്ങനെയാണ് ഞാൻ ലൈഫ് ലോങ് ട്രാവൽ ചെയ്യുന്നത്? സി, ഇവിടെ ആരും അങ്ങനെ പെർഫെക്റ്റ് ആയിരിക്കൊന്നുമില്ല. അവൻ തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ നിന്നോട് സോറി ചോദിച്ചേ. ഈ കാലത്ത് ഏത് ചെറുക്കനാണ് തെറ്റ് സമ്മതിച്ച് സോറി ചോദിക്കുന്നത്? എന്റെ അഡ്വൈസ്, നിന്റെ ഈഗോ കാരണം കാർത്തിക്കിനെ വിടല്ല. അത്രേ ഉള്ളൂ. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. നിന്റെ ഇഷ്ടം. സ്നേഹിക്കുമ്പോ ബീച്ചിലും പാർക്കിലൊക്കെ കറങ്ങി നടക്കാൻ നല്ല രസാണ്. അതുകൂടാണ്ട് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുമല്ലോ. പിന്നൊരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ മതി, വഴക്കിട്ട് ബ്രേക്കപ്പ്. ബ്രേക്കപ്പിന് വേണ്ടിയാണെങ്കിൽ എന്തിനാ സ്നേഹിക്കണേ? കാർത്തിക്, ആ പെൺകുട്ടിയെ നീ വിളിച്ചോണ്ട് വന്നത്, അവളെ സ്വന്തമാക്കാൻ വേണ്ടി നീ നാടകം കളിച്ചത്, ഇതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഞാൻ ദേഷ്യപ്പെടാത്ത എന്താണെന്നറിയോ? എനിക്ക് നിന്നെ ഇഷ്ടായതുകൊണ്ടാ. മോനെ, ഞാനും ഈ പ്രായത്തിൽ നിന്നെ പോലെ ആയിരുന്നടാ. എന്തു വന്നാലും അതിനെ നേരിടും. മെയിൽ ഈഗോയിസ്റ്റിക്. ഞാനും എന്റെ ഭാര്യയും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. വഴക്കിട്ട് അവളെന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. ഞാനും താണു കൊടുത്തില്ല. അപ്പൊ എനിക്കത് ഗമ്യായിരുന്നു. പക്ഷെ ഇന്ന് വേദനിക്കണ്ടവനെ. എന്റെ കുഞ്ഞിനെ കണ്ടിട്ട് 15 വർഷമായി. അവൾ എങ്ങനെ ഇരിക്കുന്ന പോലും എനിക്കറിയില്ല. ഇതിന്റെ കാരണം എന്തെന്നറിയോ? ഞാൻ ക്ഷമ ചോദിച്ചില്ല. എന്റെ ഓഫീസില് ആരോടൊക്കെയോ ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട്, ആരൊക്കെയോ ചെയ്ത തെറ്റിന്. അപ്പൊ എനിക്ക് വിഷമമുണ്ടായിരുന്നില്ല. പക്ഷെ ഭാര്യയോടായപ്പോ എവിടുന്നോ ഈഗോ കയറി വന്നു. ദേഷ്യപ്പെട്ടത് കൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല കാർത്തികേ. പക്ഷെ എനിക്കൊന്നും മനസ്സിലായി മോനെ. എന്താന്നറിയോ? സ്നേഹിച്ചവരോട് സോറി പറയാനും പഠിക്കണം കാർത്തികേ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. മനുഷ്യരാവുമ്പോ ക്ഷമിക്കണം. ചേട്ടാ, ഇനിയുണ്ടാ? ചേട്ടനിപ്പോ എന്താ? ഞാനിപ്പോ അവളടുത്ത് പോയിട്ട് സോറി പറയണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞോളാം. മനുഷ്യൻ തന്നെ ക്ഷമ ചോദിച്ചാൽ ശരിയായില്ലേ? ചെറിയൊരു കൺഫ്യൂഷൻ.
ഓക്കെ? അവൻ നേരെ പോയി സോറി പറയും. അവന് ബുദ്ധിയുണ്ട്. ഹലോ, ഹായ് അനിത. പറയടാ. ശ്വേത നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ലടാ, ഞാൻ അവളോട് ഒരുപാട് സംസാരിച്ചു. അവള് സമ്മതിക്കുന്നില്ല. ഓക്കെ. ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കാറില്ല. നമ്മളൊന്നും വിചാരിക്കും, സംഭവിക്കുന്നത് വേറെ ആയിരിക്കും. ട്വിസ്റ്റും ടേൺസും അത് കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് എൻ്റെ ലൈഫിൽ നടന്നത് അയ്യോ ഒന്ന് ചിന്തിച്ചു പോലും നോക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ ജീവിതം തന്നെ തലകീഴായി മാറി. ഞങ്ങൾ കല്യാണം കഴിച്ച കാര്യം നിങ്ങൾക്ക് അറിയില്ലല്ലേ? ആക്ച്വലി അന്ന് സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഒരു വലിയ കഥ തന്നെ നടന്നു. ആന്നേ ശരി, അവളെ കാണുന്നില്ലല്ലോ. ഞാൻ ഫോൺ ചെയ്തായിരുന്നു, സ്വിച്ച് ഓഫ് ആയിരുന്നു. ഓഫീസിൽ പോയി നോക്കിയപ്പോ ഒരാഴ്ചയായിട്ട് ലീവാണെന്ന് പറഞ്ഞു. അവളെ നിന്റെ കൂടെ തന്നെയല്ലേ സ്റ്റേ ചെയ്യുന്നത്? നിന്റെ അമ്മയെ കാണാൻ അവള് നിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അങ്ങോട്ട് എന്തിനാ പോയേ? കർപ്പകം, ദേ നിന്റെ മോൻ വന്നിരിക്കുന്നു. ഇന്ന് ചായ. എന്തടാ, ചെയ്യാനുള്ള പണിയെല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ ഇവിടെ നിൽക്കുന്നേ? എന്താടാ നിന്റെ ഉദ്ദേശം? അവള് നല്ല കുട്ടിയല്ലേ, എന്താടാ പ്രശ്നം? സ്റ്റോപ്പ് ഇറ്റ്. ശ്വേത എവിടെ? മോള് ഞാൻ നോക്കിക്കോളാം. ശ്വേത, സോറി ശ്വേത, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. ഒരു പൊസീവ്നെസ്സിൽ ചോദിച്ചതാ. നീ ആണെങ്കിൽ പിണങ്ങി പോയി, ഞാനൊരു ദേഷ്യത്തിൽ ഒന്നും മിണ്ടാതെയും പോയി. പക്ഷെ നീ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എത്ര വിഷമിച്ചെന്ന് അറിയോ? അല്ല, നീ പോയി കഴിഞ്ഞപ്പോൾ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല, ഭക്ഷണമില്ല, ഡെയിലി വെള്ളമടിയാ. അത് പിന്നെ എനിക്ക് എങ്ങനെ പറയാ, ഭയങ്കര ഫീലിംഗ്, കഷ്ടപ്പാട്. ഞാൻ സോറി പറഞ്ഞില്ലേ? ഇപ്പൊ നീ എന്ത് പറഞ്ഞാലാ മിണ്ടുക? ഇതായിരുന്നു എന്റെ ഫ്ലാഷ് ബാക്ക്. അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ ഞാൻ പെട്ട ഒരു പാടുണ്ടല്ലോ എന്റെ അമ്മമ്മോ. ഹലോ, എന്താ ചെയ്യുന്നത്? അത് വേറൊന്നുമില്ല, അവർക്ക് നമ്മൾ കല്യാണം കഴിച്ച കാര്യം അറിയില്ലല്ലോ, അതൊന്ന് പറഞ്ഞു. ഒരുപാട് വെറുപ്പിച്ചാണല്ലോ. എനിക്കറിയാം, ഇത് ശരിക്കും ഒരു ഫ്രോഡാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണം. സീസൺ 2 കണ്ടാ അറിയാൻ പറ്റും. കൂടാതെ ലൈക്ക് ബട്ടനും കൂടെ. നീ വാ ഇങ്ങോട്ട്. ബൈ.